നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അസാധാരണമായ ഒരാവശ്യം, അതും അമേരിക്കൻ ജനതയോട്. അതാണ് ഇപ്പോൾ അമേരിക്കയിൽ മാത്രമല്ല ലോകത്തിലും വലിയ ചർച്ചയായിരിക്കുന്നത്. യുദ്ധത്തിൽ ഇറാന്റെ ആണവായുധങ്ങൾ നശിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. അതിന് വലിയ ചിലവ് വരുന്നുണ്ട്. ആ ചിലവ് അമേരിക്കൻ ജനത വഹിക്കണം എന്നാണ് ഇപ്പോൾ ട്രംപ് തൻ്റെ പൗരന്മാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, അവിടെ ഓയിൽ വില, ഗ്യാസ്, ഓയിൽ, ഇന്ധനവിലയൊക്കെ വലിയ തോതിൽ വർദ്ധിച്ച ഒരു പശ്ചാത്തലമുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഏതാണ്ട് 20-30% വർധനവാണ് എന്നാണ് കണക്കുകൾ പുറത്തു വരുന്നത്. ആ ചിലവുകൾ വഹിക്കുന്നതിൽ നിന്ന് നിങ്ങൾ പുറകോട്ട് പോകരുത്, അതിൽ പ്രതിഷേധമുണ്ടാവരുത്. കാരണം ആ ചിലവുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഇറാനെ തകർക്കാനാണ് എന്ന അസാധാരണമായ ആവശ്യമാണ് ട്രംപ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. അമേരിക്കയുമായി ചർച്ചയില്ല എന്നും ഹോർമുസിൽ നിന്ന് പിന്മാറണമെന്നും അതുമാത്രമല്ല പരാജയം അംഗീകരിക്കണമെന്നും മറ്റും ഒരു വശത്ത് ഇറാൻ വെല്ലുവിളിക്കുമ്പോഴാണ് പ്രസിഡന്റിന്റെ ഈ അസാധാരണമായ ആവശ്യം. അത് കേട്ട് അമേരിക്കക്കാർ അമ്പരന്നിരിക്കുകയാണ്. ഇതടക്കം നിരവധി വാർത്തകളുണ്ട്, നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യം തലക്കെട്ടുകൾ. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗത പാതയിൽ ഇറാനും ഒമാനും തമ്മിൽ ധാരണയിൽ. കടലിടുക്കിലെ പരമാധികാരത്തിന് ഊന്നൽ. അമേരിക്ക ഉറപ്പുകൾ പാലിച്ചാൽ മാത്രമേ ഹോർമുസ് തുറക്കൂ എന്നും കടുപ്പിച്ച ഇറാൻ. ഉറപ്പുകൾ ലംഘിച്ചതിനെ തുടർന്നുള്ള നഷ്ടപരിഹാരം അമേരിക്ക നൽകണമെന്നും ആവശ്യം. അമേരിക്കൻ പൗരന്മാരോട് അസാധാരണ ആവശ്യവുമായി ട്രംപ്. യുദ്ധത്തിൽ സംഭവിച്ച സാമ്പത്തിക ബാധ്യതകൾ ഏറ്റെടുക്കാൻ ആഹ്വാനം. ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നില്ലെന്ന് ടെഹ്റാനെ തടയണം. വർദ്ധിക്കുന്ന ഇന്ധനവില ഏറ്റെടുക്കണമെന്നാണ് ട്രംപിന്റെ ആവശ്യം. യുദ്ധത്തിനിടെ കാണാതായ ഇറാന്റെ 3 പൈലറ്റുമാരെ ഖത്തർ ജീവനോടെ പിടികൂടിയെന്ന് ഇറാൻ സൈന്യം. ഖത്തറിലെ സൈനിക ബേസ് ആക്രമിക്കാനുള്ള ദൗത്യത്തിനിടയിൽ പിടിയിലായി. റെഡ് ക്രോസ് ഇടപെടണമെന്ന് ആവശ്യം. സൈനികർ തങ്ങളുടെ പക്കലുണ്ട് എന്നത് നിഷേധിച്ച് ഇറാൻ. പരാജയത്തിന്റെ യാഥാർത്ഥ്യം അംഗീകരിക്കാൻ അമേരിക്കയുടെ ഇറാൻ. അപ്രായോഗികമായ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് അവസാനിപ്പിക്കാനും മുന്നറിയിപ്പ്. അമേരിക്കയുമായുള്ള ചർച്ചകൾ പുനരാരംഭിച്ചിട്ടില്ലെന്നും ഇറാൻ. മക്ക കരാറിൽ പങ്കാളിയാകാൻ ഈജിപ്തും കൂടുതൽ അംഗങ്ങളെ ഉൾപ്പെടുത്താൻ കരാർ വഴിയൊരുക്കുന്നുണ്ടെന്ന് പ്രസിഡന്റ് റജബ് തൊയ്യിബ് എർദോഗാൻ. അംഗരാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിനു നേരെ ബാഹ്യാക്രമണമുണ്ടായാൽ ഒറ്റക്കെട്ടായി പ്രതികരിക്കാൻ കരാർ ബാധ്യസ്ഥരാക്കുന്നുവെന്നും വിശദീകരണം. റഷ്യയ്ക്ക് കനത്ത തിരിച്ചടി നൽകി യുക്രൈൻ. സൈനിക വ്യോമത്താവളത്തിനും സ്പേസ് റോക്കറ്റ് ഗവേഷണ കേന്ദ്രത്തിനും നേരെ അതിശക്തമായ മിസൈൽ ആക്രമണം. പ്രോഗ്രസ് റോക്കറ്റ് കേന്ദ്രത്തിന് മാരക പ്രഹരം. റഷ്യയുടെ യുദ്ധശേഷി തകർക്കേണ്ടത് സമാധാനത്തിന് അനിവാര്യമെന്ന് സെലൻസ്കി. ബലൂചിസ്ഥാനിൽ വ്യോമാക്രമണം നടത്തി പാകിസ്ഥാൻ സൈന്യം. 30 പേർ കൊല്ലപ്പെട്ടതായി ആരോപണം. ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെട്ടെന്ന് ബലൂച്ച് നേതാവ്. സംഭവം രാജ്യാന്തര കോടതിയിൽ പരാതിയായി എത്തിക്കുമെന്നും വിശദീകരണം. അത്തം പിറന്നു 10ാം നാൾ പൊന്നോണം. തൃപ്പൂണിത്തുറ രാജനഗരിയിൽ അത്തച്ചമയത്തിന് ഒരുക്കം പൂർണ്ണം. ആചാര ചടങ്ങുകളും ഘോഷയാത്രയും അല്പസമയത്തിനകം. അത്താഘോഷ ഉദ്ഘാടനം അല്പസമയത്തിനകം. ഇക്കുറി അത്തമെത്തിയത് കർക്കടകം കടക്കും മുൻപേ. ചിങ്ങപ്പുലരി നാളെ. ഓണമിങ്ങെത്തുമ്പോൾ സഞ്ചാരികളും ഗുണ്ടൽപേട്ടിൽ. കിലോമീറ്ററുകളോളം ദൂരത്തിൽ പൂത്തുനിൽക്കുന്ന സൂര്യകാന്തിയും ചെണ്ടുമല്ലിയും. പൂപ്പാടങ്ങളിൽ സഞ്ചാരി പ്രവാഹം. പൂവിപണിയും സജീവം. പോലീസിൽ സ്ഥലം മാറ്റങ്ങൾ തുടരുന്നു. പക വീട്ടിലെന്ന ആക്ഷേപം. പിണറായി കാലത്ത് റിംഗ് റൗണ്ടിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന് ആഴ്ചകൾക്കിടയിൽ തട്ടുകിട്ടിയത് 3 തവണ. SI സജി പാഞ്ഞത് ചെങ്ങന്നൂർ വിയപുരം വഴി അമ്പലപ്പുഴയിലേക്ക്. മാറ്റം സ്വാഭാവികമെന്ന് ആഭ്യന്തര വകുപ്പ്. കണ്ണൂരിൽ ഗൂഗിൾ പേ ഇല്ലാത്തതിന് ബസ് കണ്ടക്ടറുടെ മൂക്കിടിച്ച് തകർത്ത യാത്രക്കാരൻ അറസ്റ്റിൽ. പിടിയിലായത് പാനൂരുകാരൻ രമേഷ്. ലഹരിപ്പുറത്തുനിന്ന് പോലീസ്. ഗുണ്ടായിസം കൂത്തുപറമ്പ് പാനൂർ റൂട്ടിലെ സൺസ്റ്റാർ ബസ്സിൽ. ഗാലെ ടെസ്റ്റിൽ ഇന്ത്യ മികച്ച നിലയിൽ. ശ്രീലങ്കയ്ക്കെതിരെ 2 വിക്കറ്റ് നഷ്ടത്തിൽ 288 റൺസ്. മികച്ച സ്കോറിലേക്ക് എത്തിച്ചത് ദേവദത്ത് പടിക്കലിന്റെ സെഞ്ചുറി. ക്രീസിലൊപ്പം ഋഷഭ് പന്ത്. പരിക്കേറ്റ KL രാഹുൽ ക്രീസ് വിട്ടു.
ഹോർമുസിന്റെ നിയന്ത്രണമാണല്ലോ ഇപ്പോൾ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഒന്നാമത്തെ യുദ്ധവിഷയം. നേരത്തെ ആണവായുധമായിരുന്നുവെങ്കിൽ ഇപ്പോൾ തങ്ങളുടെ പ്രധാന വിഷയം ഇന്ധന പ്രതിസന്ധിയാണ് എന്ന് അമേരിക്ക വ്യക്തമാക്കിയത് കഴിഞ്ഞ ദിവസമാണ്. ഇപ്പോൾ ഒമാനും ഇറാനും തമ്മിൽ ഹോർമുസിൽ തന്ത്രപ്രധാനമായ ധാരണയിലെത്തി എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തു വരികയാണ്. ഇത് സംബന്ധിച്ച് ഇറാനും ഒമാനും സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അതേസമയം അമേരിക്ക തങ്ങളുടെ ഉറപ്പുകൾ പാലിച്ചാൽ മാത്രമേ ഹോർമുസ് പൂർണ്ണതോതിൽ തുറക്കൂ എന്നുള്ള മുന്നറിയിപ്പും ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അത് മാത്രമല്ല, അമേരിക്ക ഈ ഉപരോധം ലംഘിച്ചതിനെ തുടർന്നുള്ള നഷ്ടപരിഹാരം നൽകണമെന്നും ഇറാൻ സുരക്ഷിതമായ ഗതാഗത പാതകൾ ഒരുക്കുന്നതിനായി ജൂൺ 18 ഒപ്പുവെച്ച ധാരണാപത്രത്തെ തുടർന്ന് ഈ നിർണായക ജലപാത ഇരുവശത്തുമായി സ്ഥിതി ചെയ്യുന്ന ഇരു രാജ്യങ്ങളും ഏകദേശം 3 മാസം മുൻപ് തന്നെ ചർച്ചകൾ ആരംഭിച്ചുവെന്നും ഇറാൻ വ്യക്തമാക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഏതായാലും വലിയ പുരോഗതി ചർച്ചയിലുണ്ടായിരിക്കുന്നു. തങ്ങൾ രണ്ട് രാജ്യങ്ങളും ചേർന്ന് ഹോർമുസ് കൺട്രോൾ ചെയ്യും, അമേരിക്ക എന്തൊക്കെ പറഞ്ഞാലും ഹോർമുസ് തുറന്നു കൊടുക്കില്ല എന്ന അസന്നിഗ്ധമായി വ്യക്തമാക്കുന്ന പശ്ചാത്തലം ഒരുങ്ങുകയാണ്. കാർത്തിക് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. കാർത്തിക്, ഇത് ചെറിയ കാര്യമല്ല. കാരണം അമേരിക്ക ഒരു വശത്ത് ഹോർമുസ് തങ്ങൾക്കൊപ്പമാണ് എന്ന് ആവർത്തിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഒരു വിട്ടുവീഴ്ചയില്ല എന്നും തങ്ങൾ രണ്ട് രാജ്യങ്ങൾ ചേർന്ന് നിയന്ത്രിക്കുമെന്നും പറയുന്നത്. ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ചെറിയ പ്രശ്നമല്ല ഉണ്ടാക്കുന്നത്. രഞ്ജിത്ത്, ഇറാനും അമേരിക്കയും തമ്മിൽ ജൂണിൽ ഒപ്പുവെച്ച സമാധാന ധാരണ കരാറിൽ നിന്നാണ് ഇത്തരത്തിൽ ഒരു ചർച്ച ഉടലെടുത്തത്. അതായത് ഹോർമുസിൽ ചരക്ക് കപ്പലുകളുടെ ഗതാഗതം അത് സുരക്ഷിതവും സുഗമവും ആക്കുന്നതിനും ഒരു പുതിയ പാത. ആ ചർച്ചകളിൽ നിന്ന് ഉടലെടുത്തതാണ് ഇറാനും ഒമാനും തമ്മിലുള്ള ചർച്ചകൾ. എന്നാൽ ഇപ്പോൾ ഇറാനും ഒമാനും തമ്മിൽ ധാരണയിലെത്തിയിരിക്കുന്നു. ഇറാൻ മാധ്യമങ്ങൾ തന്നെ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. അതായത് ഹോർമുസിൽ ഒരു സുരക്ഷിത പാത സംബന്ധിച്ച് ഇറാനും ഒമാനും തമ്മിൽ ധാരണയിൽ എത്തിയിരിക്കുന്നു. സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെട്ട 3 ആഴ്ചയോളം നീണ്ടുനിന്ന ചർച്ചകൾക്കൊടുവിലാണ് ഇത്തരം ഒരു ധാരണയിലേക്ക് ഇരു രാജ്യങ്ങളും എത്തിച്ചേർന്നത്. നേരത്തെയുള്ള കരാറിൻ്റെ ഭാഗമായി ഉള്ളതല്ല, പകരം സ്വതന്ത്രമായ ഒരു കരാറാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ എത്തുന്നത് എന്നാണ് ഇറാൻ നൽകുന്ന വിശദീകരണം. ഇക്കാര്യത്തിൽ സാങ്കേതിക വിദഗ്ധരടക്കം നേരത്തെ പല ഘട്ടങ്ങളിലായി ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയുടെ ഭാഗമായി കൂടിയാണ് ഇപ്പോൾ അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് കടക്കുന്നത്. ഇറാൻ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിൽ പ്രതിരോധ സുരക്ഷാ പരിസ്ഥിതി വിഭാഗം അധികൃതരും പല ഘട്ടങ്ങളിലായി ഈ ചർച്ചകളിൽ പങ്കെടുത്തിരുന്നു. കഴിഞ്ഞ ദിവസം ഇറാൻ്റെ പ്രതിരോധ വക്താവ് തന്നെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഇസ്മായിൽ ബഗൈയാണ് ഇക്കാര്യം പറഞ്ഞത്. നേരത്തെ കരാറുമായി ബന്ധപ്പെട്ട പുറത്തു വന്ന വിവരങ്ങൾ അനുസരിച്ച് ഇറാനും ഒമാനും തമ്മിൽ ഇത്തരത്തിൽ ഒരു പുതിയ സുരക്ഷിതമായ പാത ഒരുക്കി അക്കാര്യത്തിൽ ധാരണയിലെത്തുമെന്നും അവിടെ ടോൾ പിരിക്കും എന്നുമൊക്കെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ ജൂണിൽ ഒപ്പുവെച്ച സമാധാന കരാറിൽ പിന്നീട് തുടർ നടപടികൾ ഒന്നും ഉണ്ടായില്ല. മാത്രമല്ല, ഇരു രാജ്യങ്ങളും ഇറാനും US പരസ്പരം കടുത്ത ആക്രമണങ്ങളിലേക്ക് പോകുന്ന സാഹചര്യവും ഉണ്ടായി. പക്ഷേ ഹോർമുസുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടർന്നു. ആ ചർച്ചകളാണ് ഇപ്പോൾ ഇറാനും ഒമാനും തമ്മിൽ ഒരു ധാരണയിലെത്തിയിരിക്കുന്നത്. ഇരു രാജ്യങ്ങളുടെയും അധികാര പരിധി മാനിച്ചുകൊണ്ടുള്ള ധാരണയാണ് ഇത് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. എങ്കിൽ കൂടിയും ഹോർമുസിന്റെ നിയന്ത്രണം അടക്കമുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ പരമാധികാരം ഇറാന് തന്നെ വ്യക്തമാക്കുന്നതാണ് ഈ ഇത്തരത്തിൽ ഇറാനും ഒമാനും തമ്മിൽ എത്തിച്ചേർന്നിരിക്കുന്ന ധാരണയെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും വാണിജ്യ കപ്പൽ ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ ഈ നേരത്തെ കാർത്തിക് 100 കണക്കിന് കപ്പലുകൾ കടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു പാതയാണ് എല്ലാ രാജ്യങ്ങളുടെയും കപ്പലുകൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ കേവലം 1-2 കപ്പലുകൾ ഇറാന്റെ സമ്മതത്തോടെ കടന്നുപോയാലത് ഭാഗ്യമെന്ന് കരുതുകയാണ് ഹോർമുസിൽ. അത് മാത്രമല്ല, ഇതുവരെ ഈ മേഖലയിൽ അമേരിക്ക ഉണ്ടാക്കിയ നഷ്ടം, അതായത് ഇറാന് മാത്രമല്ല ലോകരാജ്യങ്ങൾക്കുൾപ്പെടെ ഉണ്ടാക്കിയ നഷ്ടത്തിന് നഷ്ടപരിഹാരം അമേരിക്ക നൽകണമെന്ന പുതിയ ആവശ്യം കൂടി ഇറാൻ മുന്നോട്ട് വെക്കുകയാണ്. അതൊരു പുതിയ പോർമുഖം തുറക്കുമെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. പല ഘട്ടങ്ങളിലായി ഈ വിഷയം ഇറാൻ ഉന്നയിച്ചതാണ്. അതായത് ഇറാന് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന സാമ്പത്തിക ഉപരോധം അവരെ കടുത്ത പ്രതിസന്ധിയിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. പണപ്പെരുപ്പം അടക്കമുള്ള വിഷയങ്ങളിൽ കഴിഞ്ഞ ദിവസം ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ US-നെ വിമർശിച്ച് ശക്തമായി വീണ്ടും രംഗത്ത് വന്നിരുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടി വേണം ഈ പുതിയ പ്രതികരണത്തെ വായിച്ചെടുക്കാൻ. അതായത് നേരത്തെ തന്നെ സമാധാന കരാറിൽ ഒപ്പുവെച്ചപ്പോൾ തന്നെ അമേരിക്ക ചില വിട്ടുവീഴ്ചകൾ സാമ്പത്തിക ഉപരോധം അടക്കമുള്ള കാര്യങ്ങളിൽ നൽകും എന്ന് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അത് ഉണ്ടായില്ല. അത് ഉണ്ടാവാത്തത് മാത്രമല്ല, ഈ ആക്രമണം പുനരാരംഭിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഈ ഒരു നയതന്ത്ര ചർച്ചകൾ ആകെ അനിശ്ചിതത്വത്തിലാക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ആ പശ്ചാത്തലത്തിൽ കൂടി വേണം ഇതിനെ വായിച്ചെടുക്കാൻ. അതായത് നിലവിൽ പുതിയ ആവശ്യങ്ങൾ ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നു. അതായത് ഇത്തരത്തിൽ ഇറാനുണ്ടായ നഷ്ടങ്ങൾക്കടക്കം
പണം വേണം എന്നൊരാവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതടക്കമുള്ള കാര്യങ്ങളിൽ ചർച്ചകളൊന്നും തന്നെ നിലവിൽ നടക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഇറാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയതും ഖത്തറും പാകിസ്ഥാനും ഇടപെട്ട് ചില സന്ദേശങ്ങൾ കൈമാറുന്നുണ്ട്, ആശയവിനിമയങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നയതന്ത്ര ചർച്ചകൾ ഒന്നും തന്നെ ഒരിടത്തും നടക്കുന്നില്ല എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രിയും ഒപ്പം പ്രസിഡന്റും സ്ഥിരീകരിക്കുന്നത്. എന്തായാലും ഇറാനും ഒമാനും തമ്മിൽ ഇപ്പോൾ എത്തിയിരിക്കുന്ന ധാരണ അത് ഇറാൻ മാധ്യമങ്ങൾ തന്നെ പരസ്യമാക്കുന്നു എന്നതാണ് ശ്രദ്ധേയം. അതായത് ഒരു സ്വതന്ത്ര കരാറിലേക്ക് ഇറാനും ഒമാനും എത്തുന്നു. നേരത്തെ പല ഘട്ടങ്ങളിലായി ഹോർമൂസിലെ ജലപാത സംബന്ധിച്ച് പല നിബന്ധനകളും വ്യവസ്ഥകളുമൊക്കെ ചർച്ച ചെയ്യൽ നിറഞ്ഞിരുന്നു. അതായത് ഹോർമൂസിലൂടെ ഗൾഫിലേക്ക് പ്രവേശിക്കുന്ന കപ്പലുകൾ അത് ഇറാൻ തീരത്തൂടെയും അത് പുറത്തേക്ക് പോകുന്ന കപ്പലുകൾ ഒമാൻ തീരത്തൂടെയും കടന്നു പോകണം എന്നതടക്കമുള്ള വ്യവസ്ഥകൾ ചർച്ചകൾ നിറഞ്ഞിരുന്നു. അതിനു മുമ്പ് തന്നെ ഒരു സ്വതന്ത്രവും സുരക്ഷിതവുമായ പാത സംബന്ധിച്ചും ചർച്ചകൾ ആരംഭിച്ചിരുന്നു. അതാണ് ഇപ്പോൾ ഒരു നാവിഗേഷൻ മാപ്പ്, ഒരു ഹോർമൂസിൽ ഒരു അന്തിമ നാവിഗേഷൻ മാപ്പിൽ ഇറാനും ഒമാനും ഒരു ധാരണയിൽ എത്തിയിരിക്കുന്നു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. പക്ഷേ ഹോർമൂസ് തുറക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനവും എടുത്തിട്ടില്ല. അവിടെ ജലഗതാഗതം സുഗമമാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനവുമില്ല. അത് അമേരിക്ക കൈക്കൊള്ളുന്ന നിബന്ധനകളെ, അതായത് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധനകൾ എത്രത്തോളം അമേരിക്ക അംഗീകരിക്കുന്നു, ആ വ്യവസ്ഥകൾ എത്രത്തോളം അമേരിക്ക പാലിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. നിലവിലെ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധവും സൈനിക നടപടികളും പിൻവലിക്കാതെ ഹോർമൂസിൻ്റെ കാര്യത്തിൽ യാതൊരു ചർച്ചയ്ക്കുമില്ല എന്ന കടുത്ത നിലപാടിൽ തന്നെയാണ് ഇറാൻ ഉള്ളത്. അങ്ങനെ ഉള്ളപ്പോഴും ഇറാനും ഒമാനും തമ്മിൽ സ്വതന്ത്രമായി ഹോർമൂസിൽ ഒരു പുതിയ പാത സംബന്ധിച്ച ധാരണയിലേക്ക് എത്തുകയും ചെയ്യുന്നു. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും പശ്ചിമേഷ്യയിൽ പുതിയ ഡിമാൻഡുകൾ ഇറാൻ മുന്നോട്ട് വെക്കുകയാണ്. യുദ്ധത്തിൽ തങ്ങൾ ജയിച്ചു, അല്ലെങ്കിൽ അമേരിക്ക തങ്ങളുടെ പരാജയം സമ്മതിക്കണമെന്നും മറ്റും ഇറാൻ പറയുന്നുണ്ട്. ഇതിനിടയിൽ ഇറാന്റെ കാണാതായ 3 പൈലറ്റുമാരെ ഖത്തർ ജീവനോടെ പിടികൂടിയിട്ടുണ്ട് എന്ന ആരോപണം കൂടി ഇറാൻ സൈന്യം മുന്നോട്ട് വെക്കുകയാണ്. എന്നാൽ ഖത്തർ ഇത് പൂർണ്ണമായും നിഷേധിക്കുന്നുണ്ട്. യുദ്ധം ആരംഭിച്ച ദിവസങ്ങളിൽ ഖത്തറിലെ സൈനിക ബേസ് ആക്രമിക്കാനുള്ള ദൗത്യത്തിനിടയിലാണ് ഇവരെ പിടികൂടിയത് എന്നാണ് ഇറാന്റെ ആരോപണം. ഖത്തറിൽ തടവിലാക്കപ്പെട്ട ഇറാനിയൻ പൈലറ്റുമാരുടെ വിഷയത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന് ഇറാൻ സായുധ സേനാ ജനറൽ ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസിനോട് അഭ്യർത്ഥിച്ചു എന്ന ഏറ്റവും പുതിയ വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഖത്തർ ഇത് പൂർണ്ണമായും നിഷേധിക്കുകയാണ്. പക്ഷേ അത് ഇറാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ തങ്ങളുടെ പൈലറ്റുമാർ എവിടെ എന്ന ചോദ്യമാണ് ഇറാൻ മുന്നോട്ട് വെക്കുന്നത്. ഇതൊരു കാർത്തിക് തുടരുന്നുണ്ട്. കാർത്തിക്, ഇപ്പോൾ ഖത്തറിന് നേരെ ഖത്തറിന്റെ നിരവധി ബേസുകളിൽ, അമേരിക്കൻ ബേസുകളിൽ ഇറാൻ നടത്തിയ ആക്രമണം നമുക്കറിയാം യുദ്ധത്തിന്റെ ആദ്യ നാളുകളിൽ. ഇപ്പോൾ അതിനൊക്കെ ഒരു അവസാനമുണ്ട്. പക്ഷേ ഇപ്പോൾ പുതിയ ആരോപണവുമായി ഇറാൻ രംഗത്ത് വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ എത്തിക്കാനുള്ള ശ്രമവും കൂടി ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. ഖത്തറിന് മേൽ ആരോപണം ഉന്നയിച്ച് ഇറാൻ രംഗത്ത് വന്നിരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയം. നമുക്കറിയാം, ഫെബ്രുവരി 28-ന് ഈ യുദ്ധം ആരംഭിക്കുന്നു. അമേരിക്ക ശക്തമായ വ്യോമാക്രമണം ഇറാന് മേൽ നടത്തുന്നു. ഇറാൻ പ്രത്യാക്രമണവും ആരംഭിച്ചു ആ ഘട്ടത്തിൽ തന്നെയും. മാർച്ച് 2-ന് ഖത്തറിലെ അൽ ഉദൈദ് എയർബേസിന് ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാന്റെ 2 Su-24 യുദ്ധവിമാനങ്ങൾ പറന്നിരുന്നു. ഈ 2 വിമാനങ്ങളിലായി 4 പൈലറ്റുമാർ. ആ പൈലറ്റുമാരെ സംബന്ധിച്ച അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ വീണ്ടും ചർച്ചകളിൽ നിറയുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഈ 4 പൈലറ്റുമാരിൽ ഒരാൾ അന്ന് തന്നെ കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. എന്നാൽ 3 പൈലറ്റുമാരുടെ കാര്യത്തിൽ പിന്നീട് വിവരങ്ങൾ ഒന്നും ഉണ്ടായില്ല. ഇതാണ് ഇറാൻ ഇപ്പോൾ ഒരു വിഷയമായി ഉന്നയിക്കുന്നത്. ഇറാൻ ആംഡ് ഫോഴ്സസ് ജനറൽ സ്റ്റാഫ് കമ്മിറ്റിയുടെ കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് ബാഗ്ദയാണ് ഈ വിഷയം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ഇദ്ദേഹമാണ് കാണാതായ പൈലറ്റുമാരായ ജാവേദ് സലാഹി, അബ്ദുൾ മജീദ്, അതോടൊപ്പം തന്നെ ഒമ്രാൻ എന്നിവരെ ഖത്തർ പിടികൂടി, ജീവനോടെ പിടികൂടി എന്നൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. വിമാനം തകരുന്നതിന് മുൻപ് തന്നെ ഇവർ ഇജക്റ്റ് ചെയ്തിരുന്നു, അതായത് പുറത്തേക്ക് ചാടിയിരുന്നു. എന്നാൽ ഇവരെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ഇതുവരെയും ലഭ്യമായിട്ടില്ല. ഇവരെ ഖത്തർ തടവിലാക്കിയിരിക്കുകയാണ് എന്നൊരു ആരോപണമാണ് ഇറാൻ ഉന്നയിച്ചിരിക്കുന്നത്. ഇത് അന്താരാഷ്ട്ര നിയമങ്ങൾക്കും അതോടൊപ്പം തന്നെ ചട്ടങ്ങൾക്കും വിരുദ്ധമാണ്, അവകാശ ലംഘനമാണ്. ഇതടക്കമുള്ള ആരോപണങ്ങളാണ് ഇറാൻ ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്നത്. മാത്രമല്ല, ഇക്കാര്യം ചൂണ്ടിക്കാട്ടി നേരത്തെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസിൻ പ്രസിഡന്റിനോടും ഇതിൽ ഇടപെടണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കത്തയച്ചിരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയം. എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം ഖത്തർ നിഷേധിക്കുകയാണ്. നയതന്ത്ര ശ്രമങ്ങൾ പല ഘട്ടങ്ങളിലായി പല രൂപത്തിൽ നടക്കുമ്പോൾ ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്നത് അത് തെറ്റിദ്ധാരണാജനകമാണെന്നും ഇത്തരമൊരു ഇറാന്റെ ആരോപണം അത് അത്ഭുതപ്പെടുത്തുന്നു എന്നുമാണ് ഖത്തറിന്റെ പ്രതികരണം. എന്തായാലും ഖത്തർ വിദേശകാര്യ വക്താവ് ഡോക്ടർ മജീദ് അൽ അൻസാരിയുടെ പ്രതികരണം കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അദ്ദേഹവും വ്യക്തമാക്കുന്നത് ഈ ആരോപണം പൂർണ്ണമായി നിഷേധിക്കുകയാണ്.
ഈ മാർച്ച് 2-ന് അൽ ഉദൈദ് ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള 2 Su-24 വിമാനങ്ങളുടെ വിവരം കൃത്യമായി ഖത്തറിന് ലഭിച്ചിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ പൈലറ്റുമാരോട് വ്യോമാതിർത്തി ലംഘിച്ചതുമായി ബന്ധപ്പെട്ട ആശയവിനിമയം നടത്തി. എന്നാൽ മറുപടിയൊന്നും ലഭിച്ചില്ല. തുടർന്ന് സ്വാഭാവികമായ പ്രതിരോധം ഖത്തർ സ്വീകരിക്കുകയായിരുന്നു. ഇതിനിടെയാണ് വിമാനങ്ങൾ തകർന്നത്. മാത്രമല്ല, തിരച്ചിലും രക്ഷാപ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങൾ അത് നേരിട്ട് തന്നെ പല ഘട്ടങ്ങളിലായി ഖത്തർ ഇറാനെ അറിയിച്ചിരുന്നു. ഏപ്രിലിൽ ഇക്കാര്യം നേരിട്ട് ചർച്ച ചെയ്യാൻ ഖത്തർ ഇറാനിയൻ സംഘത്തെ ക്ഷണിച്ചിരുന്നതായും അൽ അൻസാരി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ ക്ഷണത്തോട് ഇറാൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നുമാണ് ഖത്തർ പറയുന്നത്. അതായത് ഈ യുദ്ധം ആരംഭിച്ച് ഫെബ്രുവരി 28-ന് ആരംഭിച്ച് മാർച്ച് 2-ന് 2 വിമാനങ്ങൾ തകർന്നതും അതിൽ 3 പൈലറ്റുമാരെ കാണാതായതുമായി ബന്ധപ്പെട്ട വിഷയം പുതിയ പശ്ചാത്തലത്തിൽ ഇറാൻ വീണ്ടും ഉന്നയിക്കുകയാണ്. അത് ഖത്തറിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ഖത്തർ ഇറാന്റെ ആരോപണങ്ങളെല്ലാം പൂർണ്ണമായും നിഷേധിക്കുന്നുണ്ട്. എങ്കിൽ കൂടിയും ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു ഉത്തരം ലഭിക്കുന്നില്ല. ആ 3 പൈലറ്റുമാർ ജീവനോടെ ഖത്തറിൽ ഉണ്ടോ, അവരെ ഖത്തർ തടവിലാക്കിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. തീർച്ചയായും അതാണ് സാഹചര്യം. ഇതിനിടയിൽ നമുക്കറിയാം, ഇറാനുമായുള്ള യുദ്ധം ആരംഭിച്ച സമയം മുതൽ ലോകമെമ്പാടും വലിയ ഇന്ധന പ്രതിസന്ധിയുണ്ട്, സംശയമില്ല. മിക്ക രാജ്യങ്ങളിലും നമ്മുടെ രാജ്യത്തടക്കം ഇന്ധനം വില വർദ്ധിച്ച ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അമേരിക്ക ഇതിൻ്റെ ക്രൈസിസ് കുറച്ചുകൂടി കൂടുതലായി അനുഭവിക്കുന്നു എന്നുള്ള വാർത്തകളാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത്. കാരണം അമേരിക്കയിലെ ഇന്ധനവില വല്ലാതെ വർദ്ധിച്ചിട്ടുണ്ട്. അവിടെയാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ പുതിയ ഒരു അഭ്യർത്ഥന, അതും അസാധാരണമായ ഒരു അഭ്യർത്ഥന അമേരിക്കൻ പൗരന്മാരോടാണ്. അതായത് ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന യുദ്ധച്ചെലവ്, ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നതിൽ നിന്ന് ടെഹ്റാനെ തടയുന്നതിനടക്കമുള്ള സാമ്പത്തികമായ ചില ബാധ്യതകൾ അത് നിങ്ങൾ ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ ട്രംപ് അമേരിക്കൻ പൗരന്മാരോട് പറയുന്നത്. അല്പം ഉയർന്ന ഇന്ധനവില അംഗീകരിക്കാൻ അമേരിക്കക്കാരോട് ട്രംപ് ആവശ്യപ്പെടുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാവുകയാണ്. ന്യൂയോർക്കിലെ ഗാർഡൻ സിറ്റിയിൽ നടന്ന ഒരു റാലിയിൽ സംസാരിക്കവെയാണ് വളരെ ദുഷ്ടമായ ഒരു രാജ്യം, അത് ആണവായുധങ്ങൾ ഇറാനെ കരുതിയാണ് പറയുന്നത്, ആണവായുധങ്ങൾ സ്വന്തമാക്കുന്നില്ല എന്ന് ഉറപ്പാക്കാൻ അമേരിക്കക്കാർക്ക് ഇന്ധനത്തിന് അല്പം കൂടുതൽ പണം നൽകേണ്ടി വന്നേക്കാം എന്നാണ് ട്രംപ് പറയുന്നത്. വല്ലാതെ കുതിച്ചുയരുന്നുണ്ട് അമേരിക്കയിൽ ഇന്ധനവില, സംശയമില്ല. സാമ്പത്തികമായി നിരവധി വിപണികളെ അത് ബാധിച്ച ഒരു പശ്ചാത്തലമുണ്ട്. US പെട്രോൾ വില ഗാലണിന് $4.08 എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 29% കൂടുതലാണ് എന്ന് ഓർക്കണം. അതായത് 29-30% എണ്ണവില വർദ്ധിച്ച ഒരു പശ്ചാത്തലം അമേരിക്കയിലുണ്ട് ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം. അതാണ് ജനത്തിനിടയിൽ വലിയ എതിർപ്പുണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ അതിനൊപ്പം നിൽക്കണമെന്ന് ജനത്തോട് ആവശ്യപ്പെടുകയാണ്. ഇത് അസാധാരണമായൊരു ആവശ്യമാണല്ലോ കാർത്തിക്. കാരണം യുദ്ധമുണ്ടാക്കിയത് ട്രംപാണ്. യുദ്ധത്തിൻ്റെ ചെലവുമായി ബന്ധപ്പെട്ട് വലിയ കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. അതെല്ലാം അമേരിക്കക്കാർ താങ്ങണം, നിങ്ങളത് അംഗീകരിക്കണം എന്ന് പറഞ്ഞത് ഒരു പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖകരമായൊരു കാര്യമല്ല. കഴിഞ്ഞ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായത് വിലക്കയറ്റമാണ്. അതിലേറ്റവും പ്രധാനം ഇന്ധന വിലയുടെ ഉയർച്ച തന്നെയാണ്. അത് സജീവ ചർച്ചയായിരുന്നു. ആ ഘട്ടത്തിലെല്ലാം തന്നെ ട്രംപ് അമേരിക്കൻ ജനതയ്ക്ക് നൽകിയ ഉറപ്പ് ഈ വിലക്കയറ്റം പിടിച്ചു നിർത്തുമെന്നും വില നിയന്ത്രിക്കും എന്നതുമാണ്. എന്നാൽ നവംബറിൽ മിഡ് ടേം ഇലക്ഷൻ US-ൽ നടക്കാനിരിക്കുന്നു. ആ മിഡ് ടേം ഇലക്ഷനിലും നിലവിലെ വിലക്കയറ്റം തന്നെ സജീവ ചർച്ചയാക്കുമെന്ന് ഡെമോക്രാറ്റിക് പാർട്ടികളുടെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ആ പശ്ചാത്തലത്തിൽ വേണം ട്രംപിൻ്റെ ഇത്തരത്തിൽ ഒരു പ്രസ്താവനയെ വായിച്ചെടുക്കാൻ. കഴിഞ്ഞ ദിവസമാണ് ന്യൂയോർക്കിൽ ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട പ്രസ്താവന നടത്തിയത്. അതായത് ഇറാൻ ആണവായുധം സ്വന്തമാക്കാതിരിക്കാൻ നിലവിൽ ഇന്ധന വിലയുടെ കയറ്റം അത് അമേരിക്കൻ ജനത അല്പം സഹിക്കേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. അത് വലിയ വിവാദവും ആയിട്ടുണ്ട്. കാരണം ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്നത് തടയാൻ നിലവിലെ സാഹചര്യത്തിൽ ഉയർന്ന ഇന്ധനവില ആവശ്യമാണ്. അത് അംഗീകരിക്കണം എന്നാണ് US ജനതയോട് പ്രസിഡന്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഉപഭോക്താക്കളെയും വിപണിയെയും ഈ ഇന്ധന വിലക്കയറ്റം ഒരുപോലെ ബാധിച്ചിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം രഞ്ജിത്ത്, ഒരു ഗാലൺ, അതായത് നമ്മുടെ ഏകദേശം 3.78 ലിറ്റർ വരും. ഇതിനാണ് നേരത്തെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ $4.08, അതായത് 3.5 ലിറ്റർ പെട്രോളിന് ഏതാണ്ട് 390 രൂപ എന്ന നിലയിലാണ് നിലവിൽ അവിടുത്തെ ഇന്ധന വിലയുള്ളത്. ഇത് സമീപകാലത്തെ ഏറ്റവും വലിയ ഉയർച്ചയാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയം ഉണ്ടായതിനേക്കാൾ ഏതാണ്ട് 29% വർധനവ്. അത് വലിയ തോതിൽ അവിടെ രാഷ്ട്രീയ ചർച്ചയായി മാറുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ പെട്രോളിന് അധിക പണം നൽകുമ്പോൾ നിങ്ങളൊരു കാര്യം ഓർക്കുക, നിലവിലെ സാഹചര്യം ഇതാണ്. വെനസ്വേലയിൽ ഒരു ദിവസം നീണ്ടുനിന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം താരതമ്യം ചെയ്തുകൊണ്ടാണ് ട്രംപ് ഇക്കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അതായത് അവിടെ ഒരു ദിവസത്തെ യുദ്ധമായിരുന്നു, അവിടെ ഇപ്പോൾ കാര്യങ്ങൾ സുഗമമായി. വെനസ്വേലയിൽ നിന്ന് മില്യൺ കണക്കിന്
ബാരൽ എണ്ണയാണ് ഇപ്പോൾ അമേരിക്കയിലേക്ക് എത്തുന്നത്. എന്നാൽ ഇറാനിൽ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. അത് കൂടി മനസ്സിലാക്കണം. ആ സാഹചര്യം മനസ്സിലാക്കി ജനത ഇതിനോട് പ്രതികരിക്കണം എന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇതിൽ ഒരിക്കലും ഖേദം പ്രകടിപ്പിക്കില്ല എന്നുകൂടി ട്രംപ് പറഞ്ഞു വെക്കുകയാണ് ഇക്കാര്യത്തിൽ. മാത്രമല്ല, അമേരിക്കയിൽ വലിയ രാഷ്ട്രീയ ചർച്ചയായി ഈ ഇന്ധന വിലക്കയറ്റം മാറുകയും ചെയ്യുന്നു. അത് നിലവിൽ അധികാരത്തിലിരിക്കുന്ന ട്രംപിന് വലിയ തോതിൽ ഭീഷണി ഉയർത്തുന്നുമുണ്ട്. ആവർത്തിച്ച് അമേരിക്കൻ ജനതയോട് ഈ ഇന്ധന വിലക്കയറ്റത്തിൻ്റെ കാരണങ്ങൾ വിശദീകരിക്കുമ്പോൾ അതിൽ നിന്നും വ്യക്തമാണ് എത്രത്തോളം രാഷ്ട്രീയ വെല്ലുവിളി ട്രംപ് അടക്കം ഉള്ളവർ നേരിടുന്നുണ്ട് ഈ മിഡ് ടേം ഇലക്ഷന് മുൻപായി എന്നത്. വളരെ കൃത്യമാണ് ആ വിശദീകരണം. ആ വിശകലനം വളരെ കൃത്യമാണ്. കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം, അവരുടെ ആളുകളെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതമായ ജീവിത രീതി, ചെലവ് കുറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോക്ക്, ഈ പറഞ്ഞ പോലെ സമാധാനപരമായി ജീവിക്കുക എന്നതൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സമൂഹമാണ് അമേരിക്കക്കാർ. അങ്ങനത്തെ ഭരണാധികാരികളെ കൂടുതൽ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അധികാരം ഏറ്റെടുക്കുന്ന സമയത്ത് ട്രംപ് പറഞ്ഞത് താൻ യുദ്ധത്തിനൊന്നും മുൻകൈ എടുക്കില്ല എന്നാണ്. പക്ഷേ ഇറാൻ യുദ്ധം അക്ഷരാർത്ഥത്തിൽ ട്രംപിനെ കുടുക്കി കളഞ്ഞു. അമേരിക്കക്കാരെ വല്ലാതെ വലയ്ക്കുന്നുണ്ട്. ജീവിത ചെലവ് കുതിച്ചുയരുന്നു. സുരക്ഷിതമായ യാത്രകളുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. മറ്റു രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന പൗരന്മാർക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടാകുന്നു. അങ്ങനെ എല്ലാ തരത്തിലും അമേരിക്കയെ പിടിച്ചുലയ്ക്കുന്ന ഒരു സംഭവത്തിലാണ് ഇപ്പോൾ പ്രസിഡന്റിന്റെ പുതിയ വിശദീകരണം വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഇതിനിടയിൽ ഇറാൻ ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. ഇറാൻ പറയുന്നത് പരാജയത്തിന്റെ യാഥാർത്ഥ്യം അംഗീകരിക്കാനും അപ്രായോഗികമായ ചില ഡിമാൻഡുകൾ ഉന്നയിക്കുന്നത് അവസാനിപ്പിക്കണമെന്നുമാണ് വാഷിംഗ്ടണോട് ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി കാസം ഗരിബാദി ആവശ്യപ്പെടുന്നത്. അമേരിക്കയുമായുള്ള ചർച്ചകൾ പുനരാരംഭിച്ചിട്ടില്ല എന്നും അസന്നിഗ്ധമായി വ്യക്തമാക്കുകയാണ്. നയതന്ത്ര നീക്കങ്ങൾ സ്തംഭനാവസ്ഥയിൽ തുടരുന്നതിനിടയിലാണ് പുതിയ സംഘർഷാവസ്ഥ ഇതുമായി ബന്ധപ്പെട്ട് ഉടലെടുത്തിരിക്കുന്നത്. വാഷിംഗ്ടണുമായുള്ള ചർച്ചകൾ പുനരാരംഭിക്കാൻ ടെഹ്റാൻ തീരുമാനിച്ചിട്ടില്ല. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഗ്ജിയും ഇക്കാര്യം അസന്നിഗ്ധമായി വ്യക്തമാക്കുകയാണ്. കാരണം ഹോർമുസ് കടലിടുക്കിനെ ചൊല്ലിയുള്ള ഈ തർക്കം എണ്ണ ടാങ്കറുകളിലെ ഗതാഗതം തടസ്സപ്പെടുത്തുകയും ആഗോള എണ്ണ വിപണിയിൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ചെയ്തൊരു പശ്ചാത്തലം കൂടിയുണ്ട്. ഈ ജലപാത തുറക്കുന്നതിനും അടയ്ക്കുന്നതിനും തങ്ങളുടെ അധികാരത്തിന് കീഴിൽ മാത്രമായിരിക്കുമെന്ന് ഇറാൻ ഉറപ്പിച്ചു പറയുമ്പോൾ എന്താണ് അമേരിക്കയുടെ മുന്നിലുള്ള പുതിയ കാര്യം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അത് പ്രധാനമാണ്. കാത്തിരുന്നു കാണാം അമേരിക്കയുടെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട്. നമുക്ക് നമ്മുടെ തൊട്ട അയൽരാജ്യമായ പാകിസ്ഥാനിലേക്ക് ഒന്ന് പോകണം. അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. മറ്റാരുമല്ല, ഇന്ത്യക്കെതിരെയൊക്കെ നിരവധി മത്സരങ്ങൾ കളിച്ച അവിടുത്തെ സ്റ്റാർ ക്രിക്കറ്ററായ ഇമ്രാൻഖാൻ. ഇമ്രാൻഖാൻ ഇപ്പോൾ ജയിലിലാണ്. അതും അതിദയനീയമായ അവസ്ഥയിൽ. ഇനി തിരിച്ചു വരാനാകുമോ എന്ന കാര്യമൊക്കെ വലിയ സംശയമാണ്. ഏതായാലും അസിം മുനീർ എന്ന ഇമ്രാൻ്റെ കാലത്ത് തന്നെ പാകിസ്ഥാൻ സേനയുടെ മേധാവിയായിരുന്ന അസിം മുനീർ തന്നെയാണ് ഇപ്പോൾ രാജ്യത്തെ വല്ലാത്ത പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള ചില നിലപാടുകളിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഒരു ഭാഗത്ത് ബലൂചിസ്ഥാൻ തിളച്ചുമറിയുന്നു. ഗോത്രമേഖലകളും പാക് അധിനിവേശ കശ്മീരും അശാന്തമായി തുടരുന്നു. ഇതിനിടയിലാണ് മറ്റൊരു സംഘർഷം അത് ഉടലെടുത്തിരിക്കുന്നത് രാജ്യത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള അഡിയാല ജയിലിലാണ്. നിയമപരമായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ അവിടെ തടവിലാക്കപ്പെട്ടിട്ട് 8 മാസമായി. ഡിസംബർ മുതൽ അഭിഭാഷകരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പോലും അവസരമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. സാധാരണക്കാർക്ക്, അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർക്ക് മാത്രമല്ല സാധാരണക്കാർക്ക് പോലും ഈ നടപടിയെ ന്യായീകരിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായ ഒന്നായി മാറിയിരിക്കുകയാണ്. ഒരു വ്യക്തിയെ കേവലം നിശബ്ദനാക്കുക എന്നത് മാത്രമല്ല പ്രശ്നം. സുരക്ഷാ സെയിലടക്കം വ്യാപകവും നിത്യസംഭവമായ അഴിമതിയുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ നിസ്സാരമെന്ന് തോന്നുന്ന കാരണങ്ങൾക്കാണ് ഇമ്രാൻഖാൻ ജയിൽ കിടക്കുന്നത് എന്നുള്ള വിലയിരുത്തലിലേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നു എന്നതാണ് ശ്രദ്ധേയമാകുന്നത്. ഒരു വലിയ കൂട്ടം കേസുകൾ, ഒരുപക്ഷെ നമുക്ക് ഏറ്റവും ചെറുത് എന്ന് തോന്നത്തക്ക വിധമുള്ള വളരെ സാമാന്യമായി വളരെ ചെറിയ കേസുകളാണ് ഇമ്രാൻഖാനെതിരെ എടുത്തിരിക്കുന്നത് എന്ന് പ്രധാനമാണ്. അത് ഭരണകൂടത്തിന് വഴങ്ങുന്ന കോടതികൾ അദ്ദേഹത്തിനെതിരെ കടുത്ത നടപടികൾ ഇതിൽ സ്വീകരിക്കുന്നു. കാരണം അസിം മുനീറിനും അവിടുത്തെ ഇപ്പോഴത്തെ ഭരണാധികാരിക്കുമൊക്കെ വഴങ്ങുന്ന തരത്തിലാണ് നീതിന്യായ വ്യവസ്ഥ പോലും എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും പരമദയനീയമായ കാര്യം. പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്ന ഔദ്യോഗിക സമ്മാനങ്ങൾ സൂക്ഷിക്കുന്ന തോഷഖാനയിൽ നിന്നുള്ള മോഷണം അത് ഒരു കുറ്റമായി ഇമ്രാൻ്റെ മേൽ ചുമത്തിയിട്ടുണ്ട്. അതുമുതൽ UK നിന്ന് പാകിസ്ഥാനിലേക്ക് തിരികെ കൊണ്ടുവന്ന 50 ബില്യൺ പാകിസ്ഥാനി രൂപ വകമാറ്റിയെന്നാരോപിക്കുന്ന അൽ ഖാദർ ട്രസ്റ്റ് കേസ് വരെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതൊക്കെ വളരെ സിമ്പിളായ മാസങ്ങൾ അല്ലെങ്കിൽ ചെറിയ തോതിലുള്ള പിഴയൊക്കെ അടച്ച് പുറത്തു വരാവുന്ന അല്ലെങ്കിൽ
ചെറിയ ദിവസങ്ങൾ മാത്രം ജയിലിൽ കിടക്കാവുന്ന ജാമ്യം ലഭിക്കാവുന്ന കേസുകളാണ്. ഒപ്പം സൈനിക എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ മുൻ ക്ലർക്കായിരുന്ന മാലിക് റിയാസ് സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരെ തന്റെ നിർമ്മാണ പദ്ധതികളിൽ പങ്കാളികളാക്കി ശതകോടീശ്വരനായി മാറിയ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ട്രസ്റ്റ് കേസ് എന്ന മറ്റൊരു കേസ് കൂടി ഇമ്രാന്റെ മേൽ ചുമത്തിയിരിക്കുന്നത്. മറ്റൊരു കേസ് ഇസ്ലാമിക നിയമങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ടതാണ്. വിവാഹമോചനത്തിന് ശേഷം 3 മാസത്തെ കാത്തിരിപ്പ് കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് വിവാഹം കഴിച്ചു എന്ന ഒരു ആരോപണം. അത് 3ാം ഭാര്യ ബുഷ്ര ബീവിയുമായുള്ള വിവാഹവുമായി ബന്ധപ്പെട്ട ഈ കേസ് അത് ഫയൽ ചെയ്തിരിക്കുന്നത് അവരുടെ മുൻ ഭർത്താവാണ് എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ്. അദ്ദേഹവും ഈ ഭരണകൂടത്തിൻ്റെ ടൂളായി മാറിയിരിക്കുന്നു എന്നാണ് പാകിസ്ഥാനിൽ പരക്ക സംസാരം. യഥാർത്ഥത്തിൽ ഇയാൾ തന്നെയാണ് ഈ വിവാഹത്തിന് ഒത്താശ ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും മറ്റും ചെയ്തിരുന്നത് എന്നത് കൗതുകകരമായ മറ്റൊരു വസ്തുതയാണ്. ഇക്കാര്യങ്ങളെല്ലാം ഏറെ വിവാദപരമാണെങ്കിലും ഇത്തരത്തിൽ ജീവപര്യന്തം തടവിലാക്കാൻ മാത്രം ഗൗരവമുള്ള കുറ്റകൃത്യമായ ഒന്നും ഇതിനെ കാണാനാവില്ല എന്നാണ് നിയമപരമായി വിലയിരുത്തേണ്ടത്. പ്രത്യേകിച്ചും ഈ വഴിമാറ്റി ചെലവഴിച്ചു എന്നൊക്കെ ആരോപിക്കപ്പെടുന്ന പണം ഉപയോഗിച്ച് അത്യാധുനിക സൗകര്യങ്ങളോടെ അൽഖാദിർ സർവകലാശാല സ്ഥാപിക്കപ്പെട്ട സാഹചര്യത്തിൽ ജീവകാരുടെ പ്രവർത്തനങ്ങളുടെ പേരിലും ഇമ്രാൻഖാൻ അറിയപ്പെട്ടിരുന്നു. ഷൗക്കത്ത് ഖാൻ മെമ്മോറിയൽ ക്യാൻസർ ഹോസ്പിറ്റൽ, പെഷവാറിലും മറ്റ് നഗരങ്ങളിലുമുള്ള സമാനമായ ആശുപത്രികൾ, പഞ്ചാബിലെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന ജില്ലകളിലൊന്നിൽ സ്ഥാപിച്ച നമൽ സർവകലാശാല, സാമൂഹ്യക്ഷേമത്തിനായുള്ള ഇമ്രാൻഖാൻ ഫൗണ്ടേഷൻ, ക്യാൻസർ ചികിത്സാ സഹായത്തിനായുള്ള ആഗോളതലത്തിലുള്ള സംരംഭം എന്നിവയൊക്കെ ഇവയിൽ ഉൾപ്പെടുന്ന ഒന്നാണ്. ഒരു ക്രിക്കറ്റ് ഇതിഹാസം എന്നതിനപ്പുറം ശക്തമായ സാമൂഹ്യ സേവന പാരമ്പര്യമുള്ള ഒരാൾ കൂടിയായിരുന്നു പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇമ്രാൻഖാൻ. ആ ഇമ്രാൻഖാനാണ് ഇപ്പോൾ അഴിമതി നടത്തുന്ന ഒരാളായി ചൂണ്ടിക്കാണിക്കപ്പെട്ട് കേവലം അതിൽ മാത്രം മുദ്രകുത്തി ജയിലിലടയ്ക്കപ്പെട്ട് ഇരിക്കുന്നത്. സൈന്യത്തിന് ഇക്കാര്യം നന്നായി അറിയാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇമ്രാൻഖാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് അദ്ദേഹം അമിതമായ അഹങ്കാരം ഒരു അലങ്കാരമായി കൊണ്ടു നടന്നു എന്നുള്ള ആരോപണം പലപ്പോഴും ഉയരുന്നുണ്ട്. രാജ്യത്തെ നയിക്കാനും ഒപ്പം സ്വന്തം ഇഷ്ടപ്രകാരം ISI മേധാവിയെ തിരഞ്ഞെടുക്കാനും തനിക്ക് കഴിയുമെന്ന് വിശ്വസിച്ചു. കാരണം താനായിരിക്കും ഇനി പരമാധികാരി എന്ന് ആ സമയത്ത് വിശ്വസിക്കുകയും ഒപ്പം അസിം മുനീറിനെ കൂടുതലായി അദ്ദേഹം ആശ്രയിക്കുകയും ചെയ്തൊരു പശ്ചാത്തലമുണ്ടായി. തൻ്റെ ഭാര്യ ബുഷ്രയുടെ അടുത്ത അനുയായികൾ നടത്തിയ സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ച് ലഫ്റ്റനന്റ് ജനറൽ മുനീർ അദ്ദേഹത്തെ ധരിപ്പിച്ചപ്പോൾ ഉദ്യോഗസ്ഥരെ തൽസ്ഥാനത്ത് നീക്കം ചെയ്യുകയാണ് ഖാൻ ചെയ്തത്. അതാണ് ഈ മുനീറിൻ്റെ വളരെ പ്രധാനപ്പെട്ട വൈരാഗ്യത്തിനും മറ്റും കാരണം. അതൊരു വലിയ അബദ്ധമായി പോയി. അതിൽ മോശമായ കാര്യം, മുനീറിന് പകരം ലഫ്റ്റനന്റ് ജനറൽ ഫൈസ് ഹമീദിനെ നിയമിക്കുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. എന്നാൽ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരാളായിരുന്നു ഫൈസ് എന്നുള്ളത് പാകിസ്ഥാനിൽ ഏറ്റവും പരസ്യമായ രഹസ്യമാണ്. മുനീർ ക്ഷമയോടെ കാത്തിരുന്നു. ഒടുവിൽ 2022 ഇമ്രാൻഖാൻ സ്വന്തം കടിയിൽ തന്നെ വീഴുന്നൊരു പശ്ചാത്തലം ഉണ്ടാവുകയാണ്. അതിന് പ്രധാനപ്പെട്ട 1-2 കാരണങ്ങളുണ്ട്. അത് വിദേശകാര്യവുമായി ബന്ധപ്പെട്ടാണ്. റഷ്യ ഉക്രൈനെ ആക്രമിച്ച അതേ ദിവസം തന്നെ അദ്ദേഹം മോസ്കോയിലെത്തുന്നു. മാത്രമല്ല ആ സംഭവത്തിൽ വലിയ ആവേശം പ്രകടിപ്പിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഇമ്രാൻഖാൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അത് രാജ്യത്തെ സൈന്യത്തിൻ്റെ, പ്രത്യേകിച്ചും അമേരിക്കയോട് ചേർന്ന് നിൽക്കുന്ന സൈന്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. സൈന്യത്തിനെതിരെ നിന്നാൽ ഒരു ഭരണാധികാരിയും പാകിസ്ഥാനിൽ വാഴില്ല എന്നുള്ളതിൻ്റെ വളരെ കൃത്യമായ തെളിവായി ഇത് മാറുകയാണ്. അമേരിക്കയെ ഇത് പ്രകോപിപ്പിക്കുന്നു. പാകിസ്ഥാൻ അംബാസഡറെ വിളിച്ചു വരുത്തുന്നു. ഇമ്രാൻ സ്ഥാനമൊഴിയണമെന്ന് അമേരിക്ക വ്യക്തമാക്കുകയാണ്. അതായത് ഒരു ജനാധിപത്യ രാജ്യമെന്ന് അവകാശപ്പെടുന്ന പാകിസ്ഥാൻ്റെ ഭരണാധികാരിയെ തീരുമാനിക്കാനുള്ള തരത്തിലുള്ള അധികാരം പോലും അമേരിക്കയ്ക്ക് ഈ രാജ്യത്തിന് മേൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. തുടർന്ന് അദ്ദേഹത്തിനെതിരെ അവിശ്വാസ പ്രമേയത്തിൻ്റെ നടപടി രേഖകൾ ഇപ്പോൾ പരസ്യമായി ലഭ്യമാണ്. അതായത് പാർലമെൻറ്റിൽ ആ പ്രമേയത്തെ അമേരിക്ക പിന്തുണച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നാണ്. 13 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ പ്രമേയം പാസ്സാകുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അധികാരം നഷ്ടപ്പെട്ട ആദ്യ പ്രധാനമന്ത്രി എന്ന കുപ്രസിദ്ധമായ സ്ഥാനം ഇമ്രാൻഖാന് കിട്ടുകയാണ്. തുടർന്ന് ഖാൻ വീണ്ടും ജനമതത്തിലിറങ്ങി വലിയ ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്യുകയും അമേരിക്കൻ ഇടപെടൽ വ്യക്തമാക്കുന്നത് എന്ന് അവകാശപ്പെട്ട ഈ രേഖകൾ ഉയർത്തിക്കാട്ടുകയുമാണ്. ഔദ്യോഗിക രഹസ്യങ്ങൾ ചോർത്തി എന്ന ഗുരുതരമായ ആരോപണത്തിലേക്ക് ഇത് പിന്നീട് നയിക്കുകയാണ്. അങ്ങനെയാണ് 10 വർഷം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമായി ഇത് മാറുകയും അത് രണ്ടാമത്തെ ഒരു വലിയ പിഴവായി അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് സംഭവിച്ച ഒന്നാണ്. പക്ഷെ അപ്പോഴും ഈ പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടപ്പോഴാണ് നിർണായകമായൊരു നീക്കം നടക്കുകയും ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തെ പിന്തുണി തെരുവിലിറങ്ങി സൈന്യത്തിനെതിരെ തിരിഞ്ഞു. അത് ക്ഷമിക്കാനാവാത്ത തെറ്റ് എന്നാണ് ഈ നടപടികളെ സൈന്യം പിന്നീട് വിശേഷിപ്പിച്ചത്. ലാഹോർ കോർപ്സ് കമാൻഡറുടെ വസതിക്കും ISI കെട്ടിടങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലമുണ്ടായി ഇമ്രാൻ അനുയായികളുടെ ഭാഗത്തു നിന്ന്. അങ്ങനെ പാകിസ്ഥാൻ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത വിധമുള്ള രോഷപ്രകടനങ്ങളുണ്ടായി. ഇതാണ് കൃത്യമായി തന്നെ അസിം മുനീർ എന്ന പിന്നീട് ഇപ്പോൾ ആ രാജ്യം ഭരിക്കുന്ന സൈന്യാധിപൻ അവസരമായി ഉപയോഗിച്ചത്. ഭീകരവാദത്തിന് പ്രേരിപ്പിച്ചു എന്ന മറ്റൊരു കുറ്റം കൂടി ഇമ്രാൻഖാൻ്റെ മേൽ ചുമത്തപ്പെടുകയാണ്.
വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റമാണ്. അങ്ങനെ 150ഓളം കേസുകളാണ് ഇമ്രാൻഖാനെതിരെ ഇപ്പോൾ ഉണ്ടാകുന്നത്. ഈ കേസുകൾ നിയമപരമായി നേരിടാൻ ഇനിയുള്ള കാലം ചിലവഴിക്കേണ്ടി വരും. ഇപ്പോൾ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ നിരവധിയായി അദ്ദേഹത്തിനുണ്ട് എന്ന് ജയിലിൽ ഇമ്രാൻഖാനെ കണ്ട അദ്ദേഹത്തിൻ്റെ സഹോദരിമാർ പറഞ്ഞ പശ്ചാത്തലമുണ്ടായിരുന്നു. ഏതായാലും വലിയ തോതിലുള്ള പ്രശ്നങ്ങളിൽ ഇപ്പോൾ ഇമ്രാൻഖാൻ ഉഴലുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇറാനെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നിരവധി പ്രശ്നങ്ങളിൽ ഉഴലുന്ന ഒരു രാജ്യമാണ്. ലോക രാജ്യങ്ങളുടെ സഹായത്തോടെ നിത്യവൃത്തി കഴിക്കുന്ന ഒരു രാജ്യമാണ്. അവിടെയാണ് ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ കൂടി, നേരത്തെയുള്ള തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിമാർ ജയിലിൽ കിടക്കുന്ന പശ്ചാത്തലം കൂടി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഒരുങ്ങുന്നത്. അത് ആ രാജ്യത്തുണ്ടാക്കുന്ന രോഷം ചെറുതൊന്നുമല്ല. ഇമ്രാൻ്റെ അനുയായികൾ പലരും ഇപ്പോൾ പതുങ്ങിയിരിക്കുകയാണ്. അവർക്ക് മിണ്ടാനാവുന്നില്ല. പക്ഷെ അപ്പോഴും പ്രതിഷേധങ്ങളൊക്കെ പല സ്ഥലങ്ങളിലുമുണ്ട്. ഇമ്രാൻഖാൻ ഇനിയിപ്പോൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമോ എന്ന് പോലും ആർക്കും അറിയില്ല. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കൊണ്ട് ഒരുപക്ഷെ ജയിലിൽ കിടന്ന് മരിച്ചേക്കാം എന്ന് പോലും പേടിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും അനുയായികളും. ഇപ്പോൾ അത്തച്ചമയം ഉദ്ഘാടനം നടക്കുകയാണ് തൃപ്പൂണിത്തറയിൽ. മുഖ്യമന്ത്രി വി.ഡി. സതീശനാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ അതായത് തിരുവോണത്തിൻ്റെ വരവറിയിച്ചുകൊണ്ടാണ് തൃപ്പൂണിത്തുറയിൽ അത്തച്ചമയ ഘോഷയാത്ര സംഘടിപ്പിക്കുന്നത്. ഇന്നിപ്പോൾ കർക്കിടകത്തിൻ്റെ അവസാന ദിവസമാണ് എങ്കിൽ പോലും പലപ്പോഴും അസാധാരണമായി ഇത്തരം കർക്കിടകത്തിൻ്റെ ദിവസം അത്തം തുടങ്ങാറുണ്ട്. ഈ വർഷവും അങ്ങനെ സംഭവിച്ചിരിക്കുന്നു. നാളെയാണ് ചിങ്ങം 1. സാധാരണയായി ചിങ്ങം 1-നാണ് അത്തച്ചമയ ഘോഷയാത്രയൊക്കെ ആരംഭിക്കുക. പക്ഷേ ഇത്തവണ കുറച്ച് വ്യത്യാസമുണ്ട് എന്നത് മാത്രം. നമുക്ക് നടൻ ജഗദീഷിനെയൊക്കെ ദൃശ്യങ്ങളിൽ കാണാം. രാജനഗരി അങ്ങനെ തിരുവോണത്തെ വരവേൽക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളിലുമാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ചടങ്ങിന്റെ സ്വാഗത ഭാഷണം നിർവഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ശ്രീ P.L. ബാബു അവരെ സാദരം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട കേരളത്തിലെ എല്ലാവർക്കും ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ മുഖ്യമന്ത്രി, നമ്മുടെ നാട്ടുകാരനുമായിട്ടുള്ള ബഹുമാനപ്പെട്ട ശ്രീ വി.ഡി. സതീശൻ, ബഹുമാനപ്പെട്ട സിവിൽ സപ്ലൈസ് മന്ത്രി ശ്രീ അനൂപ് ജേക്കബ്, എംപിമാരായ ശ്രീ ഹൈബി ഈഡൻ, ശ്രീ ഫ്രാൻസിസ് ജോർജ്, കളക്ടർ ശ്രീ ജി പ്രിയങ്ക, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, സദസ്സിലുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, കലാകാരന്മാരെ, മാധ്യമ പ്രവർത്തകരെ, 200-ലധികം വർഷം പഴക്കമുള്ള മഹത്തായ ഒരു ആഘോഷത്തിന്റെ അത്തച്ചമയമാണ് ഇന്ന് ഈ തൃപ്പൂണിത്തുറയിൽ അരങ്ങേറാനായിട്ട് പോകുന്നത്. കലയുടെയും സംസ്കാരത്തിന്റെയും പൈതൃകത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ചരിത്രത്തിന്റെയും ഐതിഹ്യത്തിന്റെയും എല്ലാം അത്തച്ചമയ ഘോഷയാത്ര അല്പസമയത്തിനകം നടക്കും. വളരെ പ്രശാന്ത സുന്ദരമായ ഒരു പ്രകൃതിയാണ്, സംശയമില്ല. മഴ മാറി നിൽക്കുന്ന അന്തരീക്ഷം. സാധാരണ ചില വർഷങ്ങളിലൊക്കെ അത്തച്ചമയം ഈ മഴ കൊണ്ടുപോകാറുണ്ട്. തെയ്യവും പുലികളും അങ്ങനെ വർണ്ണാഭമായ ഘോഷയാത്ര അല്പസമയത്തിനകം ഇവിടെ ആരംഭിക്കും. കേരളത്തിൽ തിരുവോണത്തിന് ഓണത്തെ വരവേൽക്കുകയാണ് തൃപ്പൂണിത്തുറ. അങ്ങനെ രാജകീയ പ്രൗഢിയുള്ള നഗരം, സ്ഥലം. അവിടെ അത്ര അതിഗംഭീരമായ ആഘോഷങ്ങൾ ആരംഭിക്കുന്നു. നവമി പ്രൗഢഗംഭീരമായൊരു സദസ്സാണ്. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എന്തൊക്കെയാണ് കലാപരിപാടികൾ? ഞാൻ അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നില്ല. അതെല്ലാം ഇന്ന് മലയാളികൾ രഞ്ജിത്ത്, അല്പസമയത്തിനുള്ളിൽ തന്നെ ഔദ്യോഗികമായി അത്തച്ചമയത്തിന് ഉദ്ഘാടനം നടക്കും. നമ്മുടെ മുഖ്യമന്ത്രി എത്തിയിട്ടുണ്ട്. ഒപ്പം ഇത് പരിപാടി ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതിനു വേണ്ടി നടൻ ജഗദീഷ് എത്തിയിട്ടുണ്ട്. അങ്ങനെ സാംസ്കാരിക മേഖലയിലെ, സിനിമാ മേഖലയിലെ, രാഷ്ട്രീയ മേഖലയിലെ എല്ലാ പ്രമുഖരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇത് എന്റെ ഇടത്തും വലത്തും മഹാബലിയും വാമനും നിപ്പുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ ഓണം ഔദ്യോഗികമായി ഇങ്ങ് എത്തി. ഇനി 10 ദിവസം, സാധാരണ രഞ്ജിത്ത് ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ 10 ദിവസം
വർഷമാണ് നമുക്ക് ഓണം. പക്ഷെ ഇത്തവണ നമ്മൾ 11ാമത്തെ ദിവസമാണ് ഓണം ആഘോഷിക്കുന്നത് എന്നുള്ളത് വലിയ ഒരു ദിവസം കൂടി എക്സ്ട്രാ നമുക്ക് സന്തോഷിക്കാനുള്ളൊരു സമയം കിട്ടും, ഒരു ദിവസം കൂടി കിട്ടും. എന്തായാലും മലയാളികൾ എല്ലാവരും തന്നെ കാത്തിരിക്കുന്നതാണ് ഓണത്തിന് വേണ്ടി. ആ ഒരു സമയമാകുമ്പോൾ അല്ലെങ്കിൽ അത്തം തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഓണം ഇങ്ങ് നമ്മുടെ മുറ്റത്തേക്ക് എത്തും. പിന്നെ ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം വളരെ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒപ്പം ഓട്ടപ്പാച്ചിലിന്റെയും ഒക്കെ ദിവസങ്ങളാണ്. ഇനി ഓണത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ്. മാവേലി ഓണം ഇങ്ങ് എത്തി അല്ലേ? അപ്പൊ ഇത്തവണ മഴ, രാവിലെ അല്പം മഴ ഒന്ന് പേടിച്ചു. ഇത്തവണ മഴ വരില്ലല്ലോ? മഴ ഉണ്ടാവില്ല. പ്രേക്ഷകരോട് എന്താണ് മാവേലിക്ക് പറയാനുള്ളത്? പ്രേക്ഷകരോട് ലോക മലയാളികൾക്ക് എൻ്റെ ഏറ്റവും ഹൃദയം എന്ന് പറഞ്ഞ ഓണാശംസകളും വളരെ എന്താ പറയുക ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ സാധിക്കട്ടെ. എന്തായാലും എല്ലാവർക്കും ഓണ ആശംസകൾ നേർന്നിരിക്കുകയാണ്. എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? എന്താ പറയാനുണ്ട്, നല്ല ഓണമായിട്ട് തീരട്ടെ. മഴയില്ലാത്തൊരു ഓണമാണ്. മഴ വേണം. അതായത് ഓണപ്പം കഴിയും, കുറേ കുടിക്കാൻ വെള്ളം വേണ്ടേ? മഴ കുറച്ച് മഴ പെയ്യാം. ഈ ആഘോഷം കഴിയുന്നതോടുകൂടി എല്ലാവരും വീട്ടിൽ പോയതിനു ശേഷം മഴ പെയ്തോട്ടെ, ഒരു കുഴപ്പമില്ല കേട്ടോ. എന്തായാലും വലിയ ആഘോഷം തന്നെയാണ് തൃപ്പൂണിത്തറക്കാരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ച് ഓണത്തിന്റെ ദിവസങ്ങൾ തന്നെയാണ്. ഇവിടെ ആഘോഷത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. നമ്മുടെ കലാകാരന്മാരെല്ലാവരും തന്നെ ഇവിടെ നിരന്നു കഴിഞ്ഞു. ഇനി ഔദ്യോഗികമായിട്ടൊരു ഫ്ലാഗ് ഓഫ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മുടെ നഗരവീഥികളിലേക്ക് എത്തും. ഏകദേശം 60ഓളം കലാരൂപങ്ങൾ, തനത് കേരളത്തിന്റെ തന്നെ തനത് കലാരൂപങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ 500-ലധികം കലാകാരന്മാർ, അതുകൂടാതെ കുട്ടികളുടെ വിവിധ കലാരൂപങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ വർണ്ണാഭമായ ഒരു അത്തച്ചമയ ആഘോഷമാണ് ഇത്തവണയും തൃപ്പൂണിത്തറയിൽ തുടക്കമാകുന്നത്. ഇതോടുകൂടിയാണ് നമ്മൾ മലയാളികൾ നമ്മുടെ ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തുടക്കത്തിലേക്ക് അല്ലെങ്കിൽ ആദ്യ ചുവടായി നമ്മൾ വെക്കുന്നത്. അങ്ങനെ എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും വളരെ ഗംഭീരമായി തന്നെയാണ് തൃപ്പൂണിത്തറ നഗരസഭയുടെ നേതൃത്വത്തിൽ അത്തച്ചമയ ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു തുടക്കമായിരിക്കുന്നത്. ഇത്തവണ പുതിയ ഭരണസമിതിയാണ്, BJP നഗരസഭ അധികാരം തുടങ്ങിയതിന് ശേഷമുള്ള ആദ്യ അത്തച്ചമയമാണ്. അതോടൊപ്പം തന്നെ UDF സർക്കാരിന്റെയും ആദ്യത്തെ അത്തച്ചമയമാണ്. അതുകൊണ്ട് വലിയ ആഘോഷത്തോടുകൂടി തന്നെയാണ്, അല്ലെങ്കിൽ വലിയൊരു തുടക്കത്തോടുകൂടി തന്നെയാണ് ഇത്തവണയും അത്തച്ചമയത്തിന് വേണ്ടിയിട്ടുള്ള കലാരൂപങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നത്. വളരെ ഗംഭീരമായ ആഘോഷമാണ്. നവമിയും നല്ല ഐശ്വര്യമുള്ള, നല്ല ഭംഗിയുള്ള, നല്ല രസമുള്ള, കാണാനൊരു ഭംഗിയുള്ള ഡ്രസ്സിലാണ് നവമിയും ഉള്ളത്. നവമിക്ക് രണ്ട് വശത്തുമുള്ളത് വാമനനും മാവേലിയുമാണ്. അങ്ങനെ വളരെ റിച്ചായ ഒരു ഫ്രെയിമോട് കൂടി തന്നെ നമ്മുടെയും ഓണാഘോഷം ആരംഭിക്കുകയാണ്. നമുക്ക് VD സതീശൻ മുഖ്യമന്ത്രിയൊക്കെ സംസാരിക്കും. അപ്പോൾ അതിലേക്കൊക്കെ തിരിച്ചു വരാം. വളരെ പെട്ടെന്ന് തന്നെ ഒരു ഇടവേളയ്ക്ക് ശേഷം. ആക്സിലേറ്ററും പൂർണ്ണമായും നിർജീവമാകുന്നു. ഡ്രൈവർക്ക് വാഹനത്തിലുള്ള നിയന്ത്രണം പൂർണ്ണമായി മധ്യേഷ്യയിലേക്കുള്ള നിയോഗത്തിനായി വിയറ്റ്നാമിലെ ഡാനാങ് തുറമുഖം വിട്ട് US വിമാനവാഹി കപ്പലായ USS ജോർജ് വാഷിംഗ്ടൺ പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിൽ നിന്ന് യാത്ര തിരിച്ചു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. ഇറാനെതിരായ US ഇസ്രായേൽ നീക്കങ്ങളിൽ നിലവിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന USS എബ്രഹാം ലിങ്കന് പകരമായി ഈ കപ്പൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ ഈ കപ്പലുമായി ബന്ധപ്പെട്ട് നിരവധി അഭ്യൂഹങ്ങൾ പുറത്തു വന്നിരുന്നു. കപ്പലിലെ നാവികർ കടലിലേക്ക് ചാടാൻ ശ്രമിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നു. ഈ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിക്കുന്ന പശ്ചാത്തലമുണ്ടായി. ഇതിനിടയിലാണ് ഈ കപ്പൽ മാറ്റാനുള്ള ശ്രമങ്ങളൊക്കെ അമേരിക്ക ആരംഭിച്ചത്. ട്രംപ് ഇത് നിഷേധിച്ചുവെങ്കിൽ പോലും തുറമുഖങ്ങളൊന്നും അടുക്കാതെ 266 ദിവസത്തിലേറെ വിന്യസിക്കപ്പെട്ടിരിക്കുന്ന USS ലിങ്കൺ നാവികസേന ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദൗത്യമാണ് നിർവഹിച്ചുകൊണ്ടിരുന്നത്. ഏകദേശം 5000 നാവികർ, മറീനുകളൊക്കെ ഈ കപ്പലിലുണ്ട്. അവർ അനുഭവിക്കുന്ന വല്ലാത്ത ഒരു സിറ്റുവേഷൻ, അതായത് അവശ്യ സാധനങ്ങൾക്കൊക്കെ ക്ഷാമമുണ്ട്, മാനസിക സമ്മർദ്ദമുണ്ട്. ഈ റിപ്പോർട്ടുകളെ തുടർന്ന് കപ്പൽ മാറ്റുമെന്ന് US പ്രസിഡന്റ് ട്രംപും നേവി സെക്രട്ടറി ഹങ് കാവോയും ഒക്കെ നേരത്തെ സൂചന നൽകിയ ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. പക്ഷേ ഈ USS ലിങ്കന് പകരം USS വാഷിംഗ്ടൺ എത്തും എന്ന കാര്യത്തിലൊന്നും പെന്റഗൺ സ്ഥിരീകരിച്ചിട്ടില്ല. ഏതായാലും ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ പസഫിക് സമുദ്രത്തിൽ അമേരിക്കയുടെ നാവിക സാന്നിധ്യം, പ്രത്യേകിച്ചും എന്നും നാവിക സാന്നിധ്യമുള്ള ഒരു മേഖലയാണ്. ഇപ്പോൾ നാവിക സാന്നിധ്യമില്ലാത്ത വിമാനവാഹിനി കപ്പലുകളൊന്നും അവശേഷിക്കാത്ത ഒരു പശ്ചാത്തലമുണ്ട് എന്നും അസാധാരണമായ ഒരു സാഹചര്യമാണ് എന്നുമാണ് ഇപ്പോൾ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. തുർക്കി, സൗദി അറേബ്യ, പാകിസ്ഥാൻ എന്നിവർ ഒപ്പുവെച്ച സംയുക്ത പ്രതിരോധ കരാറിൽ ഈജിപ്തും പങ്കാളിയാകുമെന്ന് തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗാൻ.
കെയ്റോയുടെ പങ്കാളിത്തം സാധ്യമാണെന്നും അദ്ദേഹം പറയുന്നൊരു പശ്ചാത്തലമുണ്ടാകുന്നു. കൂടുതൽ അംഗങ്ങളെ ഇപ്പോൾ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ താല്പര്യപ്പെടുന്ന അംഗങ്ങളെ ഉൾപ്പെടുത്താൻ ഈ കരാർ വഴിയൊരുക്കുന്നുണ്ട് എന്നും എർദോഗാൻ വ്യക്തമാക്കുകയാണ്. ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട അഭിമുഖം എർദോഗാൻ നടത്തിയത്. അൽ മുഖലാബ എന്ന പരിപാടിയിൽ നടത്തിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയാണ് അദ്ദേഹം. അംഗരാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിനു നേരെ ബാഹ്യാക്രമണമുണ്ടായാൽ ഒറ്റക്കെട്ടായി പ്രതികരിക്കാൻ ഈ കരാർ ബാധ്യസ്ഥരാക്കുന്നുണ്ടെന്ന് എർദോഗാൻ പറഞ്ഞു. ഈ കരാർ ലോകത്തിന് സുപ്രധാനമായ ഒരു സന്ദേശം നൽകുന്നുണ്ട്. കരാറിന്റെ ഭാവി വിപുലീകരണത്തിൽ ഈജിപ്തിന്റെ പങ്കാളിത്തവും വലിയ സാധ്യതയാണ് എന്നാണ് വ്യക്തമാക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പല പ്രചരണങ്ങളും ഉണ്ടായിരുന്നു. ഇസ്ലാമിക് നാറ്റോ എന്ന രീതിയിലും മറ്റും നാറ്റോയുടെ ഏതാണ്ട് അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സഖ്യമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതനുസരിച്ചുള്ള ചില വിലയിരുത്തലുകളാണ് ഇപ്പോൾ എർദോഗാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് മറ്റൊരു പ്രധാനപ്പെട്ട സംഭവ വികാസത്തിലേക്ക് പോകണം. നമുക്കറിയാം, നെതന്യാഹുവും ട്രംപും ചേർന്ന് സംയുക്തമായാണ് ഇറാൻ ആക്രമണവും മറ്റും നടത്തിയത്. പക്ഷേ അതിനുശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതികൾ ഉണ്ടാകുന്ന ഇവർ തമ്മിൽ തെറ്റുകയാണ്. ഇതിനിടയിൽ നെതന്യാഹു ലോകരാജ്യങ്ങളിൽ പലരെയും ശത്രുക്കളാക്കി. ഇപ്പോൾ UK ബ്രിട്ടനിലെ ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന് വിശേഷിപ്പിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു എന്ന പ്രധാനപ്പെട്ട ഒരു വിവരം പുറത്തു വരുന്നു. ഒരു അഭിമുഖത്തിലാണ് നെതന്യാഹുവിൻ്റെ ഈ വിശേഷണം ഉണ്ടായത്. അത് ആ രാജ്യത്തെ വല്ലാതെ പ്രകോപിപ്പിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. ആണവായുധം സ്വന്തമാക്കുന്ന ആദ്യത്തെ ഇസ്ലാമിക് റിപ്പബ്ലിക്കായി ബ്രിട്ടനെ ചിത്രീകരിക്കുകയും ചെയ്തതിലൂടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പുതിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നു. ദ ഗാർഡിയൻ റിപ്പോർട്ട് അനുസരിച്ച് ഇസ്രായേൽ ആർമി റേഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് നെതന്യാഹു ഈ പരാമർശങ്ങൾ നടത്തിയത്. ബ്രിട്ടനിലെ മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചും ഇസ്രയേലുമായുള്ള ബന്ധത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കവെയാണ് ഈ സംഗതി സൃഷ്ടിക്കപ്പെടുന്നത്. 5 പതിറ്റാണ്ടിലേറെ മുൻപ് വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ മകൻ റാൻഡോൾഫ് ചർച്ചിൽ ഇസ്രായേലിനെ കുറിച്ച് നടത്തിയ അനുകൂലമായ വാർത്താ റിപ്പോർട്ടിങ്ങിനെ പ്രശംസിക്കുന്നതിനിടയിൽ മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ പാരമ്പര്യത്തെയും നെതന്യാഹു പരാമർശിക്കുകയായിരുന്നു. തുടർന്ന് ആ കാലഘട്ടത്തെ UK നിലവിലെ രാഷ്ട്രീയ സാഹചര്യവുമായി നെതന്യാഹു താരതമ്യം ചെയ്തു. ഇന്നത്തെ ബ്രിട്ടനിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ബ്രിട്ടനെ ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന് വിളിക്കുന്നിടത്ത് അത്തരം കാര്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കൂ എന്നാണ് നെതന്യാഹു പറഞ്ഞതായി ഈ റിപ്പോർട്ട് ഉദ്ധരിക്കുന്നത്. ഈ വിശേഷണത്തെ തുടർന്ന് അദ്ദേഹം പറഞ്ഞത് സമാനമായ മാറ്റങ്ങൾ, അതായത് ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന് വിശേഷിപ്പിക്കാവുന്ന അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ സ്വാധീനം ഉണ്ടാകുന്ന നിരവധി മാറ്റങ്ങൾ യൂറോപ്പിലുടനീളം കാണാൻ കഴിയില്ലേ എന്ന് ഈ അഭിമുഖം നടത്തിയ ആൾ ചോദിക്കുമ്പോൾ നെതന്യാഹു അപ്പോഴും ബ്രിട്ടനെ മാത്രം വേർതിരിച്ച് കണ്ടുകൊണ്ടാണ്, യൂറോപ്പ് മുഴുവൻ അങ്ങനെയല്ല ചോദ്യത്തിന് തൻ്റെ വാദം ആവർത്തിക്കുകയും അതിനെ കൂടുതൽ ശക്തമായി അവതരിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് നെതന്യാഹു ഇതിനോട് പ്രതികരിച്ചത്. ഔദ്യോഗികമായി ഇസ്ലാമിക് റിപ്പബ്ലിക്കുകളായി അറിയപ്പെടുന്ന രാജ്യങ്ങളുമായി ബ്രിട്ടനെ താരതമ്യം ചെയ്യാനും നെതന്യാഹു ശ്രമിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. പക്ഷേ ആണവായുധമുള്ള ആദ്യത്തെ ഇസ്ലാമിക് റിപ്പബ്ലിക്ക് ബ്രിട്ടനിലെ ഇസ്ലാമിക് റിപ്പബ്ലിക്ക് ആയിരിക്കുമെന്ന് ആരോ പറഞ്ഞിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് നെതന്യാഹുവിനെ പോലൊരു ഭരണാധികാരി ആവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും അത് ബ്രിട്ടൻ ഉണ്ടാക്കാൻ പോകുന്ന രോഷം ചെറുതല്ല. രാജ്യത്തെ ജനസംഖ്യയിൽ ന്യൂനപക്ഷമാണെങ്കിലും മുസ്ലിം ജനവിഭാഗത്തിൻ്റെ സ്വാധീനം വർദ്ധിച്ചു വരുന്നതായി ചിത്രീകരിക്കുന്ന തീവ്ര വലതുപക്ഷ ആശയങ്ങളിൽ നിന്നാണ് ഈ പരാമർശങ്ങൾ ഉരുത്തിരിഞ്ഞത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഔദ്യോഗിക ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ എന്നറിയപ്പെടുന്ന പാകിസ്ഥാന് 1990 മുതൽ ആണവായുധങ്ങളുണ്ട്, നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ആണവായുധ ശേഷിയുള്ള ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കായി ബ്രിട്ടൻ മാറാനുള്ള സാധ്യതയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പാകിസ്ഥാനെ ഒരു മാനദണ്ഡമായി നെതന്യാഹു പരാമർശിച്ചു എന്നുകൂടി ഇതിനോട് ചേർത്ത് വെക്കേണ്ട ഒരു പശ്ചാത്തലമുണ്ട്. അങ്ങനെ UKയുടെയും ഇസ്രായേലിൻ്റെയും ബന്ധത്തിൽ വലിയ വിള്ളൽ സംഭവിച്ച നിരവധി സാഹചര്യങ്ങളിൽ, നിരവധി കാരണങ്ങളിൽ ഒന്നായി ഇത് മാറുകയാണ്. ഗാസ യുദ്ധവും ഇസ്രായേൽ സർക്കാരിൻ്റെ സൈന്യ നടപടികളുള്ള UKയുടെ സമീപനമൊക്കെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ വല്ലാതെ ബാധിച്ച ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇതിനിടയിലാണ് നെതന്യാഹുവിൻ്റെ ഈ പരാമർശങ്ങൾ വന്നത്. അതിന് നിരവധി കാരണങ്ങൾ വിശകലന വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആൻഡി ബർണാം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായത് മുതൽ ഈ ബന്ധം വലിയ പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. അധികാരമേൽക്ക് മുൻപ് ഗാസയിലെ ഇസ്രായേൽ സൈനിക നടപടികളോടുള്ള ലേബർ പാർട്ടിയുടെ പ്രാരംഭ നിലപാടിൽ ബർണാം ഖേദം പ്രകടിപ്പിച്ചിരുന്നു. പാർട്ടിക്ക് കാര്യങ്ങൾ ശരിയായി കൈകാര്യം ചെയ്യാനാകുന്നില്ലെന്നും തൻ്റെ നേതൃത്വത്തിൽ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം തുറന്നു പറയുന്ന പല പശ്ചാത്തലങ്ങളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇസ്രായേൽ സർക്കാരിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്താൻ നടപടികൾ സ്വീകരിക്കുമെന്ന് ജൂലൈയിൽ ബർണാം പറഞ്ഞതുകൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വെക്കണം. വ്യക്തികൾക്കും സംഘടനകൾക്കും മേൽ അധിക ഉപരോധങ്ങൾ ഏർപ്പെടുത്താനും നിയമവിരുദ്ധമായ ഇസ്രായേൽ കുടിയേറ്റ കേന്ദ്രങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വ്യാപാരം നിയന്ത്രിക്കാനും ബ്രിട്ടൻ തയ്യാറായേക്കാമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഗാസ യുദ്ധം കൈകാര്യം ചെയ്ത രീതി,
ഫലസ്തീൻ രാഷ്ട്രപതിയോടുള്ള ബ്രിട്ടന്റെ നിലപാട്, സംഘർഷത്തോടുള്ള വിശാലമായ അന്താരാഷ്ട്ര പ്രതികരണം എന്നിവയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വർദ്ധിച്ചു വരുന്നതിനിടയിലാണ് ഈ പുതിയ സംഘർഷങ്ങളും ഉടലെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒന്ന്. നേരത്തെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് 2024 US തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ നടത്തിയത് കൂടി ഇതിനോട് ചേർത്ത് വെക്കേണ്ട ഒന്നുണ്ട്. UK-യെക്കുറിച്ച് നെതന്യാഹു നടത്തിയ പുതിയ പരാമർശങ്ങൾക്ക് സമാനമായ ഭാഷ ഉപയോഗിച്ച് ആണവായുധം സ്വന്തമാക്കുന്ന ആദ്യത്തെ യഥാർത്ഥ ഇസ്ലാമിക് രാജ്യമായി ബ്രിട്ടൻ മാറിയേക്കാമെന്നാണ് വാൻസ് പറഞ്ഞത്. അത് ബ്രിട്ടനെ ചെറുതൊന്നുമല്ല പ്രകോപിപ്പിച്ചത്. ഇതിന് പിന്നാലെയാണ് അമേരിക്കയുടെ അലൈ കൂടിയായ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരം ചില പരാമർശങ്ങൾ ഉണ്ടാകുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. വിദേശത്തുള്ള തീവ്ര വലതുപക്ഷ രാഷ്ട്രീയക്കാരും നിരീക്ഷകരും ബ്രിട്ടീഷ് രാഷ്ട്രീയക്കാരെ, പ്രത്യേകിച്ച് മുസ്ലിം പശ്ചാത്തലമുള്ളവരെ പലപ്പോഴും ലക്ഷ്യമിടാറുണ്ട്. ലണ്ടൻ മേയർ സാദിഖ് ഖാൻ ഇത് ആവർത്തിച്ച് വംശീയവും ഇസ്ലാം വിരുദ്ധവുമായ ആക്രമണങ്ങൾക്ക് വിധേയനായിട്ടുള്ള ഒരു പശ്ചാത്തലമൊക്കെ ഇതിലൂടെ നിരീക്ഷകർ ചേർത്ത് വെക്കുന്നുണ്ട്. അങ്ങനെ ബ്രിട്ടന്റെ സമീപനത്തെ ഇപ്പോൾ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമികവൽക്കരണവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ബ്രിട്ടന്റെ സമീപനത്തെ വിമർശിക്കുന്നതിൻ്റെ ഭാഗമായി അമേരിക്കൻ നിലപാടിനൊപ്പം ഇപ്പോൾ നെതന്യാഹുവും ചേരുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇതിൻ്റെ ഭാഗമായി സംഭവിക്കുന്നുണ്ട്. ഏതായാലും ഇസ്രായേലിനുള്ളിൽ തന്നെ നെതന്യാഹുവിനെതിരെ ഈ പരാമർശങ്ങൾ, വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ചും പ്രധാന പാശ്ചാത്യ സഖ്യകക്ഷിക്കെതിരെ പ്രധാനമന്ത്രി ആക്രമണം നടത്തുകയാണ് എന്ന് ഇസ്രായേലിലെ പ്രതിപക്ഷ പാർട്ടിയായ ഡെമോക്രാറ്റ്സിൻ്റെ സ്ഥാനാർത്ഥി അവി ദബുഷ് ആരോപിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഭയാനകമായ ഒരു നയതന്ത്ര പരാജയമാണ് ഇത്. നമ്മുടെ താല്പര്യങ്ങൾക്കായി ലോകരാജ്യങ്ങളെ ഒന്നിപ്പിക്കാനുള്ള കഴിവില്ലായ്മ കൂടി ചേർത്ത് വെക്കണമെന്നൊക്കെയാണ് വിമർശനം ഉന്നയിക്കുന്നത്. ഏതായാലും ഇസ്രായേൽ ചരിത്രത്തിലെ ഏറ്റവും തീവ്ര വലതുപക്ഷ ഭരണകൂടമാണ് നെതന്യാഹുവിൻ്റെ സർക്കാർ എന്നാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. സംശയമില്ലാത്ത കാര്യമാണ് അത്. വലിയ തോതിൽ ഇസ്രായേൽ അദ്ദേഹം ആയുധമാക്കുകയും ചെയ്യുന്നുണ്ട്. വിദേശത്തുള്ള തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ വ്യക്തികളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനൊപ്പം പരമ്പരാഗത പാശ്ചാത്യ സഖ്യകക്ഷികളുമായുള്ള ബന്ധത്തിൻ്റെ പേരിലും അദ്ദേഹത്തിൻ്റെ സർക്കാർ വർദ്ധിച്ചു വരുന്ന വിമർശനങ്ങൾ നേരിടുന്ന ഒരു പശ്ചാത്തലമുണ്ട്. യഹൂദ വിരുദ്ധമോ തീവ്രവാദപരവുമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന രാഷ്ട്രീയക്കാരുമായി നെതന്യാഹു സഹകരിക്കുന്നു എന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്ന പശ്ചാത്തലമുണ്ട്. ഏതായാലും ഇസ്രായേൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അവിടെ ഇത്തരം പരാമർശങ്ങളിലൂടെ വളരെ വ്യക്തമായി തന്റെ നിലപാട് ഒരിക്കൽ കൂടി ആവർത്തിച്ച് ഉറപ്പിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അത് സംഭവിക്കാൻ പോകുന്നത് ബ്രിട്ടനെ പോലെ പലപ്പോഴും ഇസ്രായേലിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സഖ്യകക്ഷിയുമായുള്ള ബന്ധത്തെ അത് വല്ലാതെ ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ അധികാര രാഷ്ട്രീയത്തിൻ്റെ പുതിയൊരു തലത്തിലേക്ക് കടക്കാനിരിക്കുന്നതിനിടയിൽ, തെരഞ്ഞെടുപ്പ് ഫേസ് ചെയ്യാനിരിക്കുന്നതിനിടയിലാണ് ഇത്തരം വിവാദങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകുന്നത് എന്നത് ശ്രദ്ധേയമാണ്. റഷ്യയെ വിറപ്പിച്ച് യുക്രൈൻ. റഷ്യയിലെ സ്പേസ് റോക്കറ്റ് ഗവേഷണ കേന്ദ്രത്തിനും നേരെ അതിശക്തമായ മിസൈൽ ആക്രമണം നടത്തിയെന്നുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ്. പ്രത്യേകിച്ചും റഷ്യ സ്വന്തമായി വികസിപ്പിച്ചു വരുന്ന ഉപഗ്രഹ ഇന്റർനെറ്റ് ശൃംഖലയെ പിന്തുണയ്ക്കുന്ന പ്രോഗ്രസ് റോക്കറ്റ് കേന്ദ്രത്തിന് നേരെയാണ് മാരകമായ പ്രഹരമേൽപ്പിച്ചത്. ഇത് വലിയ തോതിൽ റഷ്യയെ ചൊടിപ്പിച്ചിട്ടുണ്ട്, പേടിപ്പിച്ചിട്ടുണ്ട്, സംശയമില്ല. കാരണം യുക്രൈൻ പറയുന്നത്, പ്രത്യേകിച്ച് സെലൻസ്കി പറയുന്നത്, റഷ്യയെ യുദ്ധത്തിൽ നിന്ന് പിന്മാറണമെങ്കിൽ അവരുടെ ആയുധശേഷി പൂർണ്ണമായും ഇല്ലാതാക്കണമെന്നുള്ളതാണ്. അങ്ങനെ വിദേശ ശക്തികളുടെ സഹായത്തോടെ, പ്രത്യേകിച്ചും അമേരിക്കയുടെ ഒക്കെ സഹായത്തോടെ യുക്രൈൻ ലഭിച്ച വലിയ ആയുധങ്ങൾ വളരെ കൃത്യമായി തന്നെ റഷ്യയിൽ പ്രയോഗിച്ചുകൊണ്ട് അവർക്ക് സങ്കല്പിക്കാനാവാത്ത വിധമുള്ള തിരിച്ചടി യുക്രൈൻ നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. നന്ദന ഏറ്റവും പുതിയ വിവരങ്ങളുമായി. നന്ദന, ഏതാണ്ട് 4 വർഷം പിന്നിടുന്നു റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചിട്ട്. ഇപ്പോൾ മാരക പ്രഹരശേഷിയിലാണ് യുക്രൈൻ്റെ ആക്രമണം എന്ന് വേണ്ടേ കരുതാൻ? തീർച്ചയായും രഞ്ജിത്ത്, അങ്ങനെ തന്നെയാണ്. റഷ്യയുടെ സൈനിക വ്യോമതാവളത്തിനും അതുപോലെ തന്നെ റോക്കറ്റ് ഗവേഷക കേന്ദ്രത്തിനും നേരെയാണ് ഇപ്പോൾ യുക്രൈൻ ശക്തമായ രീതിയിലുള്ള ആക്രമണം നടത്തിയിട്ടുള്ളത്. യുക്രൈനിലെ ഡിനിപ്രോ പെട്രോവ മേഖലയിൽ നിന്നും റഷ്യൻ സേനയെ പൂർണ്ണമായും ഒഴിപ്പിച്ചതായും യുക്രൈൻ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ജൂൺ മുതൽ റഷ്യ പിടിച്ചെടുത്ത 745 ചതുരശ്ര കിലോമീറ്ററോളം ഭൂമി പ്രദേശവും 26 ജനവാസ മേഖലകളും ഒഴിപ്പിച്ചതായും യുക്രൈൻ അവകാശപ്പെടുന്നു. 4 വർഷത്തിലേറെയായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്താൻ ഇത്തരം ആക്രമണങ്ങൾക്ക് മാത്രമേ സാധിക്കൂ എന്നാണ് യുക്രൈൻ വ്യക്തമാക്കുന്നത്. റഷ്യയുടെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചാണ് യുക്രൈൻ ഓരോ ആക്രമണങ്ങളും ഇപ്പോൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. അതിർത്തിയിൽ നിന്ന് 900 കിലോമീറ്റർ ഉള്ളിലേക്ക് കയറി യുക്രൈൻ നടത്തിയ മിസൈൽ ആക്രമണമാണ് ഈ ഫ്ലെമിംഗോ മിസൈൽ ആക്രമണം. സ്വന്തമായി റഷ്യ വികസിപ്പിച്ചെടുത്ത റോക്കറ്റ് ഗവേഷക കേന്ദ്രത്തിന് നേരെയാണ് ഈ യുക്രൈൻ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഫ്ലെമിംഗോ ക്രൂയിസ് മിസൈൽ ഉപയോഗിച്ച് ഇപ്പോൾ ആക്രമണം
ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത്. യുക്രൈനെ ആക്രമിക്കാൻ റഷ്യൻ സൈന്യം ഉപയോഗിക്കുന്ന പ്രധാന യുദ്ധവിമാനങ്ങളുടെ താവളമാണ് ഈ ഗവേഷണ കേന്ദ്രം. ആക്രമണങ്ങളിൽ ഇരു കേന്ദ്രങ്ങളിലും വലിയ രീതിയിലുള്ള തീപിടുത്തവും ഉണ്ടായിട്ടുണ്ട്. സ്പേസ് എക്സിന്റെ സ്റ്റാർലിങ്ങിന് ബദലായി റഷ്യ വികസിപ്പിക്കുന്ന റെസ്വീറ്റ് ഉപഗ്രഹ ശൃംഖലയ്ക്കുള്ള റോക്കറ്റുകൾ നിർമ്മിക്കുന്നത് ഈ ആക്രമണം നടന്ന ഈ ഒരു ഗവേഷക കേന്ദ്രത്തിലാണ്. ഇനിയുള്ള ഈ റോക്കറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളെയും സ്റ്റാർലിങ്ങിന്റെ മറ്റു പ്രവർത്തനങ്ങളെയും ഈ ഒരു ആക്രമണം പ്രതികൂലമായി തന്നെ ബാധിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. യുക്രൈനിലെ യുദ്ധക്കളത്തിൽ ആശയവിനിമയത്തിന് സ്വന്തമായി അനുമതിയില്ലാത്തതിനാൽ റഷ്യയ്ക്ക് സ്വന്തമായ ഒരു ആശയവിനിമയ കേന്ദ്രത്തിനോ ഇന്റർനെറ്റ് സംവിധാനങ്ങൾക്കോ ഇപ്പോൾ നിലവിൽ അനുമതിയില്ല. അതിനാലാണ് ഈ ഒരു ഗവേഷക കേന്ദ്രത്തിലൂടെ സ്റ്റാർലിങ്കിന്റെ പുതിയ പദ്ധതി നിർമ്മിക്കാനായിട്ട് റഷ്യ പദ്ധതി ഇട്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ നടന്നു വന്ന ആക്രമണം കാരണം അവരുടെ ആ ഒരു പദ്ധതിയെ അത് പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. റഷ്യയുടെ വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക് ഒരു ഇടവേളയിലേക്ക് വളരെ വേഗം പോകണം. ഇപ്പോൾ അത്തച്ചമയ ഘോഷയാത്ര തൃപ്പൂണിത്തുറയിൽ മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗം നടത്തുന്നു. തത്സമയം കഥകളിയിലെ കഥ അറിയില്ല, പക്ഷെ കഥ അറിഞ്ഞുകൊണ്ട് കഥകളി കാണാൻ ഇവിടെയാണ് വന്നിരുന്നത്. ഇതിന്റെ എല്ലാം കേന്ദ്രം തൃപ്പൂണിത്തുറയാണ്. തൃപ്പൂണിത്തുറയെ ആ പഴകിയ രാജകീയ പ്രൗഢിയിലേക്ക്, ആ പാരമ്പര്യത്തിലേക്ക് അതിനെ നിലനിർത്തുന്നത്. ഇതാണിപ്പോൾ ലോകം മുഴുവൻ മറ്റുള്ളവരുടെ മുമ്പിൽ ഷോക്കേസ് ചെയ്യുന്നത്. ഞാൻ MLA ആയി 2001 ചെല്ലുമ്പോൾ പറവൂരിനൊരു ബന്ധം കൂടിയുണ്ട് തൃപ്പൂണിത്തുറയിൽ. എന്റെ കാര്യം, കൊച്ചി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന പാലിയത്തച്ഛന്റെ നാട് പറവൂരിലെ ചേന്നമംഗലത്താണ് അല്ലേ? അതാണ് കൊച്ചിയും പറവൂരും തമ്മിലുള്ള ബന്ധം. പിന്നെ കൊച്ചി തിരുവിതാംകൂറിന്റെ അതിർത്തിയാണ്. പറവൂര് ചെന്നാൽ നിങ്ങൾക്ക് കൊതിക്കല്ല് കാണാം. കൊതിക്കല്ല് എന്താ? കൊതിക്കല്ല് മറ്റേ കൊതിയല്ല, നമ്മുടെ കൊതിയല്ല. കൊച്ചി തിരുവിതാംകൂർ അതിർത്തിയുടെ കല്ലാണ് കൊതിക്കല്ലെന്ന് പറയുന്നത്. പറവൂരിൽ പല സ്ഥലത്തും കൊച്ചിയും തിരുവിതാംകൂറും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.